അവിടുന്നു നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്നു നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്കഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്കു കവചവും പരിചയും ആയിരിക്കും. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നു. സർവശക്തന്റെ തണലിൽ കഴിയുന്നു. കർത്താവിനോട് നിന്റെ സങ്കേതവും നിന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന നിന്റെ ദൈവവും എന്നു പറയും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്കു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്തു 10,000 എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ടു തന്നെ നീ പിതാവേ, മനോഹരമായിട്ടുള്ള ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങൾക്ക് പലവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇന്നത്തെ ദിവസം കർത്താവെ അമേരിക്കൻ സെലിബ്രേഷനാണ്, ഹാലോവീന്റെ. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും കർത്താവെ ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ വന്ന് നിന്നെ ആരാധിപ്പാൻ, സാത്താന്റെ കോട്ടകളെ തകർപ്പാൻ തക്കൊണ്ട് ദൈവവചനത്തിൽ ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ഇന്ന് സന്ധ്യയിൽ ഞങ്ങൾക്ക് ഒരു വിലയേറിയ സമയം തന്നതിനാണ് സ്തോത്രം ചെയ്ത് കർത്താവെ. കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ സെലിബ്രേഷനായിട്ടൊക്കെ നടക്കുമ്പോൾ ഇന്ന് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സെലിബ്രേഷൻ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുവാനും അവന്റെ വചനത്തിന്റെ മുമ്പിലായിരിക്കുവാനും എന്റെ വചനം കേൾക്കുവാനും വചനത്തിന് അടിസ്ഥാനപ്പെട്ട് ജീവിക്കുവാനുമാണല്ലോ കർത്താവെ നീ ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾക്ക് ഈ ദേവാലയത്തിൽ കടന്നു വന്ന് നിന്നെ ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു വലിയ ഭാഗ്യം ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നത്തെ ഞങ്ങളുടെ ആരാധനയും കർത്താവെ ഞങ്ങളുടെ ഗാനങ്ങളും അതുപോലെ ഞങ്ങളുടെ സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളും പ്രസംഗങ്ങളും എല്ലാം ദൈവനാമം ഉപയോഗിക്കുന്നതും തക്കണം ആയിരിക്കാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറയുവാൻ കടന്നു വന്ന ദൈവദാസനെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഇതിന്റെ അതിശയകരമായിട്ടുള്ള അത്ഭുതത്തിന്റെ വഴികളെ തന്റെ വായിൽ നിന്ന് കേൾക്കുവാൻ തക്കൊണ്ട് ഞങ്ങളെ അവിടെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ് കർത്താവിൽ നിന്നെ ആരാധിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരോട് സഹായിക്കണമേ. വചനങ്ങൾ ഓരോന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ 10,000 അത് വിളവും ഫലം കായ്പാൻ തക്കൊണ്ട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ഞങ്ങൾ നടക്കണമേ, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നടക്കണമേ. അല്പസമയം കർത്താവെ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കട്ടെ. പാടുമ്പോൾ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയെ കേൾക്കണമേ. ആമേൻ. Thank you.
തിരിയെ കെടുത്തില്ല. പാടാം സ്വപ്രഗീത പാടാം ആത്മാവിൽ നിറഞ്ഞും ആരാധിച്ചിടാം. അസാധ്യമായും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനയിൽ. അസാധ്യമായും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനയിൽ. കത്തമെത്ത കത്തൻ നിന്റെ കൂടെയുണ്ടല്ലോ. കത്തമെത്ത സോദരയിൽ തളർന്നിടല്ലേ. കത്തമെത്ത കത്തൻ നിന്റെ കൂടെയുണ്ടല്ലോ. സർവം നന്മയ്ക്കായി ഒരുക്കിടും നാമൻ കർത്താവിന്റെ സ്നേഹം അറിയുന്നവർക്ക്. സർവം നന്മയ്ക്കായി ഒരുക്കിടും നാമൻ കർത്താവിന്റെ സ്നേഹം അറിയുന്നവർക്ക്. ഉന്നതനും പാടാം സ്വപ്രഗീത പാടാം ആത്മാവിൽ നിറഞ്ഞും ആരാധിച്ചിടാം. അസാധ്യമായും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനയിൽ. അസാധ്യമായും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനയിൽ. മായയായി ലോകം നീ വെറുത്തിടുക, നായകന്റെ ദർശനം നീ പ്രാപിക്കുക. മായയായി ലോകം നീ വെറുത്തിടുക, നായകന്റെ ദർശനം നീ പ്രാപിക്കുക. സർവശക്തനാണ് എന്റെ ദൈവമെന്നും വാഗ്ദത്തം നിവർത്തിക്കും സംശയമില്ല. സർവശക്തനാണ് എന്റെ ദൈവമെന്നും വാഗ്ദത്തം നിവർത്തിക്കും സംശയമില്ല. ഉന്നതനും പാടാം സ്വപ്രഗീത പാടാം ആത്മാവിൽ നിറഞ്ഞും ആരാധിച്ചിടാം. അസാധ്യമായും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനയിൽ. 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 ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് എന്നുള്ള ഗാനം പരിചയമുള്ള ഗാനമാണ്. എല്ലാവരും കൂടി ചേർന്ന് കരങ്ങളെ തട്ടി നമുക്ക് പാടാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ. അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ. അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ കരികിൽ ഒരു സുഖവും മനഃശാന്തിയും. ഇഹലോകമോ കരികിൽ ഒരു സുഖവും മനഃശാന്തിയും. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ. അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന പല ശോധന മമ ജീവിത പാതയതേ. മനോവേദന പല ശോധന മമ ജീവിത പാതയതേ. മറവേറിടുമ്പോൾ അപ്പനാഥ
മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എന്റെ ആവശ്യങ്ങളെല്ലാം മാറിത്തീരുന്ന എല്ലാം അടുത്ത സഹായമല്ല എന്റെ ആവശ്യങ്ങളെല്ലാം മാറിത്തീരുന്ന എല്ലാം അടുത്ത സഹായമല്ല ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്റെ ആയുസ്സിൽ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി എന്റെ ആയുസ്സിൽ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി ഒരു കൈയിൽ തിരികോ തട്ടിയേറിക്കൊരിക്കെ തിരുമാറും മരുന്നില്ല ഒരു കൈയിൽ തിരികോ തട്ടിയേറിക്കൊരിക്കെ തിരുമാറും മരുന്നില്ല ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇന്ന് രാത്രിയിലെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. എല്ലാ കണ്ണുകളോടെ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും ഇന്ന് രാത്രി കർത്താവ് അവയെല്ലാം മാറ്റിത്തരുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രസാദം തോന്നും. അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ. ഇന്ന് രാത്രിയിൽ കർത്താവേ സാത്താന്യമായ എല്ലാ ആരാധനാ ബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാവിധമാകുന്ന പോരുകളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളതിനെ ബന്ധിക്കുകയാണ്, വിലക്കുകയാണ്. വിട്ടുപോവാൻ പൽക്കാലം ഞങ്ങളുടെ സാന്നിധ്യം ദൈവത്തിന്റെ സാന്നിധ്യത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ പോരുകളെയും എല്ലാ പോരാട്ടങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും കർത്താവേ വാഴ്ചകൾ അധികാരങ്ങൾ ദുഷ്ടാത്മ ശക്തി ദേശത്തിൽ ഭരിക്കുന്ന ഇരുളിന്റെ കോട്ടകൾ വ്യാപാര ശക്തികൾ അന്ധകാരത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രിയിൽ എല്ലാം ഉടഞ്ഞു മാറേണ്ടതിനായി ഞാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ ദാസൻ എന്ന നിലയിൽ കർത്താവേ ഞാൻ അവകാശം പറഞ്ഞു ഇന്ന് പകൽക്കാല പാമ്പുകളെയും തേളുകളെയും അവരുടെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നുവെന്ന് പറഞ്ഞവനായ കർത്താവേ സമാധാനത്തിന്റെ ദൈവമോ പിശാചിനെ നിങ്ങളുടെ കാലിന്റെ കീഴിലാക്കുമോ. ഇന്ന് രാത്രി സമയത്ത് പിശാച് ഞങ്ങളുടെ മേൽ കർത്താവെ ജയിക്കുവാനല്ല, പിശാചിനെ തകർത്ത കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി ഇന്ന് രാത്രിയിലെ അവന്റെ തലയെ തകർത്ത കർത്താവിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ജയമുള്ള കൃപയ്ക്കായി. ഞങ്ങളുടെ ദൈവം പരാജയത്തിന്റെ ദൈവമല്ല, ഞങ്ങളുടെ ദൈവം വിജയിച്ച ദൈവമാണ്. പാതാളത്തെയും മരണത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് മരണമേ നിന്റെ ജയം അവിടെ, പാതാളമേ നിന്റെ വിഷമുള്ളവിടെ. ഹല്ലേലൂയ. മരണത്തെയും പാതാളത്തെയും തകർത്ത് പ്രൈസ് ദി ലോർഡ്. മൂന്നാം ദിവസം കല്ലറകളെ ഭേദിച്ച് മൂന്നാം ദിവസം ശക്തിയോട് ഉയർത്തെഴുന്നേറ്റ കർത്താവേ, മരണവാസങ്ങൾക്ക് അവനെ ബന്ധിക്കുവാൻ കഴിഞ്ഞില്ല, മരണത്തിന് അവനെ അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല, കല്ലറകൾക്ക് അവനെ ഒതുക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. അവിടുത്തെ വ്യാപാര ശക്തി കൊണ്ട് അവൻ പുറത്ത് വന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ ശക്തി ഞങ്ങളുടെ വേലവിടുന്ന് പകരുന്ന കൃപയ്ക്കായി ഞങ്ങൾ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന എല്ലാ ജനങ്ങളും അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ. എന്തെങ്കിലും ശാപദോഷങ്ങള്, എന്തെങ്കിലും ബന്ധനങ്ങൾ, എന്തെങ്കിലും കെട്ടുകള് ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ പ്രിയപ്പെട്ടവരുടെ ഉണ്ടെങ്കിൽ അതൊക്കെ യേശുവിന്റെ നാമത്തില് അവയെല്ലാം ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിക്കുന്നു. പിശാച് ഞങ്ങളുടെ കൂട്ടായ്മയെ തകർക്കത്തക്ക നിലയിൽ എന്തെങ്കിലും പദ്ധതികള് ഈ ദിവസങ്ങളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ എല്ലാ പ്രോഗ്രാമുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തില്. നിങ്ങളെ ഹല്ലേലൂയ വായെടുത്ത് സംസാരിക്കുമ്പോൾ, നിങ്ങൾ വാ തുറക്കുമ്പോൾ, നിങ്ങൾ തുറക്കുന്നത് തുറക്കപ്പെട്ടിരിക്കും, നിങ്ങൾ അഴിക്കുന്നത് അഴിയപ്പെട്ടിരിക്കുന്ന വചനമുണ്ടല്ലോ. അവിടുത്തെ വചനത്തിനായി ഞങ്ങൾ ഇതിനെ വാഴ്ത്തിയാണ്. ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. എനിക്ക് സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതേപോലെ നിങ്ങൾക്കും അധികാരം നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് അങ്ങ് കൽപ്പിച്ച അധികാരം ഞങ്ങൾ ഈ അവസരത്തില് വിനിയോഗിക്കുമ്പോൾ പിശാചെ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. ഇന്ന് രാത്രി വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. ഞങ്ങൾ വചന കേൾവി ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. കാരണം ശുശ്രൂഷകളെ കർത്താവേ നീ മാനിച്ചതിനായ സ്തോത്രം. തുറന്നുള്ള ശുശ്രൂഷകളെ കർത്താവ് മാനിക്കണമേ. അനുഗ്രഹത്തിന്റെ കലവറ ഇന്ന് രാത്രി തുറക്കണമേ. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇന്ന് രാത്രി ഇറക്കണമേ. വചനത്തിന്റെ വാതുകളെ ഇന്ന് രാത്രി നൽകണമേ കർത്താവേ. ഇന്ന് രാത്രി കർത്താവേ അറിയാൻ വയ്യാത്ത അനുഭവങ്ങൾ, കാണുവാൻ കഴിയാത്ത അനുഭവങ്ങൾ ഇന്ന് രാത്രി കാണുവാൻ ദൈവടിയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ ക്ഷീണത്തില്, എന്തെങ്കിലും രീതിയിൽ ഭാരത്തില്, എന്തെങ്കിലും രോഗത്തില് ഒക്കെ വന്നിട്ടുള്ളവരെ കർത്താവ് ഇന്ന് രാത്രിയില് പൂർണ്ണ വിടുതൽ കർത്താവ് കൂട്ടത്തോടെ ഒരു സൗഖ്യം നൽകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബന്ധുക്കളുടെ ബന്ധനങ്ങളൊക്കെ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. എല്ലാ കെട്ടുകളും ഇന്ന് രാത്രിയിൽ അഴിഞ്ഞു മാറേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓ ഹല്ലേലൂയ. പിശാച് വന്നിരിക്കുന്നത് നിങ്ങളെ അറക്കുവാനും മുട്ടിക്കുവാനും നശിപ്പിക്കുവാനുമായി വന്നിരിക്കുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഓ ഹല്ലേലൂയ സമൃദ്ധിയായി നൽകുവാൻ, സമൃദ്ധിയായി ജീവൻ നൽകുവാനാകുമെന്ന് അങ്ങ് പറഞ്ഞല്ല കർത്താവേ. പിശാചിന്റെ കെട്ടുകളെ അഴിപ്പാൻ, അവന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് കർത്താവ് വന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ ബന്ധനങ്ങളെല്ലാം ആരെങ്കിലും ബന്ധിക്കപ്പെട്ടവരുണ്ടെങ്കിൽ, രോഗാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരുണ്ടെങ്കിൽ, പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവരുണ്ടെങ്കിൽ, ഏതെങ്കിലും അവസ്ഥ ഇന്ന് രാത്രിയിൽ ആയിരിക്കുന്നവരുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തില് അധികാരമുള്ള നാമത്തിൽ ഞാൻ എല്ലാ ദൈവജനങ്ങളെയും അങ്ങ് നൽകിയ അധികാരം ഉപയോഗിച്ച് അങ്ങ് ദാസനയില് കർത്താവേ ഇന്ന് രാത്രിയിൽ അതിനുവേണ്ടി ദയമെടുക്കുകയാണ്, പൂർണ്ണതയെടുക്കുകയാണ്. എല്ലാ ബന്ധനങ്ങളും വഴിഞ്ഞു മാറട്ടെ, എല്ലാ കെട്ടുകളും വഴിഞ്ഞു മാറട്ടെ, എല്ലാവർക്കും വിടുതൽ പ്രാപിക്കട്ടെ, എല്ലാ കുടുംബങ്ങളും വിടുതൽ പ്രാപിക്കട്ടെ. എല്ലാ ദൈവങ്ങളും അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് എല്ലാ നന്മകളാൽ നിറക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ നടുവിൽ വന്നതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തിയാണ്. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഉണ്ടല്ലോ കർത്താവേ. നീ ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച്, ആവശ്യത്തിനനുസരിച്ച് കർത്താവേ ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ, അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ. ഒരു സാധാരണ സൗഖ്യമല്ല, അസാധാരണമായ അത്ഭുതങ്ങൾ കർത്താവേ. സാധാരണ വിടുതലല്ല, അസാധാരണമായ വിടുതൽ, അത്ഭുതങ്ങൾ ഇന്ന് രാത്രി ഞങ്ങളുടെ പേരിൽ കർത്താവ് ചെയ്യുന്ന കൃപയ്ക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം എല്ലാം അവിടെ നിന്ന് എടുക്കണമേ യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ. ദാസന്മാരായിരിക്കുന്ന പ്രിയ ജോർജ് കുട്ടിയും പാസ്റ്റർ KS ജോൺ അല്ലെങ്കിൽ സണ്ണി, കർത്താവിൻ്റെ ഈ രണ്ട് ദാസന്മാർ മുന്നോട്ട് കടന്നു ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷമായിട്ട് കർത്താവിൻ്റെ വലിയ ദാസൻ പാസ്റ്റർ PM മാത്യു അവരുകളെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ പത്തനാപുരത്ത് പെടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തനിക്ക് ദൈവം നൽകിയതായിരിക്കുന്ന തൻ്റെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഒരേക്കർ സ്ഥലത്ത് അത് ഒരു വയലായിരുന്നു. അത് കർത്താവിൻ്റെ കൃപയാൽ അവിടെ ആശ്രയിച്ച് ഇപ്പോൾ വലിയ 2000 പേർക്ക് ഇരിക്കത്തക്ക വലിയ വിധത്തിൽ വലിയൊരു കെട്ടിടം പണിയുകയും അതിലിപ്പോൾ 100-400 പേരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും വലിയ ശുശ്രൂഷയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അനേകർ കടന്നു വന്ന് സൗഖ്യവും അത്ഭുതങ്ങളും അടയാളങ്ങളാൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന കൃപ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രി നമുക്ക് ലഭിച്ചതോർത്ത് നമുക്ക് കാര്യങ്ങളെ ഒന്ന് ഉയർത്തി സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസൻ നമ്മോട് സംസാരിക്കും. അതിനു മുമ്പായിട്ട് ഈ രണ്ട് ദൈവദാസന്മാരെ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥന. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, ഈ സന്ധ്യാസമയത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് കർത്താവേ. അങ്ങേ ആരാധിപ്പാൻ കർത്താവേ സന്ധ്യാസമയത്ത് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരുത്തിയ നാൾ സ്തുതിക്കുന്ന കർത്താവേ. 2-3 പേര് എൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത് എല്ലാം കർത്താവ് തിരുമേനിയുടെ സാന്നിധ്യം ഇറങ്ങി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞ സാന്നിധ്യ കർത്താവ് അങ്ങയുടെ മധ്യത്തിലുള്ളത് നാൾ സ്തുതിക്കുന്ന കർത്താവേ. തിരുമയുടെ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. അങ്ങയുടെ വചനത്തിൽ ലഭിക്കുവാൻ കർത്താവേ, അങ്ങയുടെ ശബ്ദം കേട്ടുകൊണ്ട് ഇന്ന് കടന്നു പോകാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അടികൾക്ക് ആവശ്യമായ ദൂത് നിന്റെ ദാസനിലൂടെ കർത്താവേ
പെരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അടികളുടെ മധ്യത്തിലെ അയച്ചിരിക്കുന്ന നിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ ദാസന്റെ അഭിഷേകത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവെ അഭിഷേകം വേർതിരിച്ചിരിക്കുക. സ്തോത്രം കർത്താവെ. ഇന്ന് ദാസനോടെ അടികളുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്ന കർത്താവെ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടികളോട് സംസാരിക്കണമേ. അടികളോട് ഓരോരുത്തരോടും സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ ആത്മാവിന്റെ ദൂത് കർത്താവെ, ഇന്ന് അടികൾക്ക് ആവശ്യമായ ദൂത് നിന്റെ ദാസനിലൂടെ കർത്താവെ തരുവാൻ തക്കോണം നിന്റെ ദാസനെ അഭിഷേകം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജെയിംസ് ചാനായി സ്തോത്രം കർത്താവെ. ദാസൻ നടത്തുന്ന എല്ലാ ശുശ്രൂഷകളെയും മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മണ്ടയിലും ട്യൂഷനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആരാധനകളെ കർത്താവെ മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലൂടെ കർത്താവെ അനേകം കർത്താവെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ കർത്താവെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം ബൗദ്ധപ്പെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അടികളുടെ സാന്നിധ്യത്തിൽ ഇരിക്കട്ടെ കർത്താവെ. അങ്ങയുടെ സാന്നിധ്യം കൂടന്മാരാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, ഈ അനുഗ്രഹീത രാത്രി വേളയ്ക്കായി ഞങ്ങൾ വാഴ്ത്തുന്നു. അവിടുത്തെ ദിവ്യ സാന്നിധ്യം ഇന്ന് രാത്രി വാഗ്ദത്തം പോലെ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയിൽ ശരണപ്പെട്ട് ഞങ്ങളുടെ പാദപീഠത്തിലായിരിക്കുന്ന നിന്റെ ജനത്തിന് മേൽ വലിയ ദൈവകൃപയുടെ പകർച്ച വീണ്ടും ആമേൻ നൽകി അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി തൃക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വാഗ്ദത്തം പോലെ ഞങ്ങളുടെ മധ്യത്തിൽ നടകൊള്ളുന്ന കർത്താവിന്റെ വലിയ പ്രവൃത്തി ആമേൻ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ സ്വർഗമിടയാക്കണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പരിവർത്തനം ഞങ്ങളുടെ മധ്യത്തിൽ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിപ്പാൻ കൃപ നൽകിയല്ലോ. ആമേൻ. തുടർന്ന് നിൽക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ കടന്നു വന്നതിന്റെ ജനത്തിന് മേൽ ദൈവത്തിന്റെ വലിയ കൃപ പകരുന്നതിനായി സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ മാരി ചൊരിയുന്നതിനായി നിങ്ങളെ വാഴ്ത്തുന്നു. വിശേഷാൽ കർത്താവേ, എവിടെയെല്ലാം ആരെല്ലാം ദൈവത്തിന്റെ വചനം ശ്രമിക്കുന്നു ശ്രദ്ധിക്കുന്നു അവർക്കൊക്കെയും ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാലുള്ള വിടുതൽ ആമേൻ വ്യാപരിക്കേണ്ടതിന് ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വാസത്തോടെ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പരിവർത്തനം അയക്കുമാറാകണമേ. ആഴത്തിന്മീതെ നിൽക്കുവാൻ വെള്ളത്തിന്മീതെ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവേ, പ്രൈസ് ദി ലോർഡ്, ശൂന്യതയുടെ അനുഭവങ്ങളെ നീക്കി ആമേ വെളിച്ചമുണ്ടാകേണ്ടതിന് കൽപ്പിച്ച ദൈവത്തിന്റെ വചനത്തിന്റെ കൽപ്പനയുടെ ആമേൻ ശക്തിയാൽ ആമേൻ ദൈവാത്മാവിന്റെ പരിവർത്തനത്താൽ ഇരുളിന്റെ ആധിപത്യങ്ങളെ മാറ്റിക്കൊണ്ട് ശൂന്യതയുടെ മനവിൽ ദൈവത്തിന്റെ സൃഷ്ടിപരമായ ആമേൻ പ്രവൃത്തികളെ അയച്ച കർത്താവേ. ഹല്ലേലൂയ. ഇന്നു രാത്രി ആമേൻ ആത്മാവിന്റെ പരിവർത്തനത്താൽ വചനത്തിന്റെ ശക്തിയാൽ ശൂന്യതകളെ മാറ്റി ആമേൻ ദൈവികമായ സൃഷ്ടിപരമായ പ്രവൃത്തികൾ ആമേൻ ശക്തിയോടെ വെളിപ്പെടുവാൻ ഞങ്ങൾക്ക് മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് രാത്രി തിരുവചനം ശുശ്രൂഷിക്കേണ്ട അങ്ങയുടെ ആമേൻ വിലപ്പെട്ട ഭക്തനെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആത്മനിയോഗത്തോടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അധികാരത്തോടെ വചനത്തിന്റെ ഏറിയ നിർണയത്തോടെ ആമേൻ പ്രൈസ് ദി ലോർഡ് അങ്ങയുടെ വചനത്തിന്റെ അരുളപ്പാടുകൾ വിളിച്ചു പറയുവാൻ അങ്ങയുടെ ഭക്തനെ അധികാരത്തോടെ നിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ആരെല്ലാം ദൈവവചനം കേൾക്കുന്നു അവരുടെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയങ്ങളുമായി ദൈവമുഖത്തേക്ക് നോക്കുകയും ആമേൻ ദൈവശബ്ദത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു, ആ വിഷയങ്ങളുടെ മേലുള്ള മറുപടിയായി ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ് ദൈവവചന ശക്തിയോടെ വെളിപ്പെട്ടു വരുവാൻ അയച്ച കാര്യം സാധിപ്പിക്കുന്ന ദൈവവചനത്തിന്റെ പ്രവർത്തിക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലും സാന്നിധ്യത്തിലും മറവിൽ ഞങ്ങൾ ഇരുത്തി ഒരുമിച്ച് അനുഗ്രഹിക്കും. തിരുനാമത്തിൽ മഹത്വപ്പെടുത്തും. അത് അനുഗ്രഹത്തോട് ഞങ്ങളെ മടക്കി അയക്കും. ക്രിസ്തുയേശുവിൻ മൂലം ഞങ്ങൾ വിനയമായി അപേക്ഷിക്കുമ്പോൾ ദൈവം കേൾക്കണം പിതാവേ. ഒരു കാലത്തിന്റെ ചില വരികൾ പാടി കർത്താവിനെ നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കണം. അന്യഭാഷ അടയാളത്തോട് അഭിഷേകം ഉള്ളവർ ആത്മചൈതന്യത്തോടെ പാടി ദൈവത്തെ ആരാധിച്ചു. അതിനുശേഷമായിരിക്കും ദൈവവചന ശുശ്രൂഷ. അന്യഭാഷ ഉള്ളവർ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു. ആത്മാവിൻ മർമ്മങ്ങളെ സംസാരിക്കും. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ആലയത്തിൻ്റെ ഉള്ളിൽ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. നിങ്ങൾക്കും ആ സാന്നിധ്യം ഉള്ളവരാകയാൽ ആ സാന്നിധ്യത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തിയ എല്ലാവരും കണ്ണുകളെ അടച്ച് ആ പാട്ടിൻ്റെ വരികൾ പാടുമ്പോൾ കർത്താവിനെ നമ്മൾ കരങ്ങളെ അടിച്ച് ശക്തിയോടെ പാടിയവരെ ശ്രദ്ധിക്കണം. കലുകളേറെ കുറെ വഴുതിപ്പോയി
ഒരിക്കലും ഉയരില്ല എന്നോ നിനച്ചു കാലുകളേറെ കൂടെ അഴുതിപ്പോയി ഒരിക്കലും ഉയരില്ല എന്നോ നിനച്ചു എന്റെ നിന്നവുകൾ ദൈവം മാറ്റിയെഴുതി പിന്നെ കാൽ വഴുതുക ഇടവന്നില്ല എന്റെ നിന്നവുകൾ ദൈവം മാറ്റിയെഴുതി പിന്നെ കാൽ വഴുതുക ഇടവന്നില്ല ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ സ്തുതിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാൻ ഏറെ കാരണമുണ്ട് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാൻ ഏറെ കാരണമുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ജീവിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ജീവിക്കുന്നു ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദൈവ സാന്നിധ്യം പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് നമ്മുടെ നടുവിലുണ്ട് പ്രൈസ് ദി ലോർഡ് ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് അത് എത്ര പേര് അനുഭവിക്കുന്നു പ്രൈസ് ദി ലോർഡ് അനുഭവിക്കുന്നത് പ്രൈസ് ദി ലോർഡ് അവർക്കറിയാം ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എത്രമാത്രം നമ്മൾ സ്തോത്രം പറയുന്നു അത്രമാത്രം ദൂരെയാണ് പിശാച് നിൽക്കുന്നത് എത്രയും ദൂരെ ശബ്ദത്തോടെ പറയുന്നു അത്രയും ദൂരയിൽ അവൻ നിൽക്കുവാനിടയായി തീരും പ്രൈസ് ദി ലോർഡ് പിശാചിനെ ജയിക്കുന്നവരാണ് നമ്മൾ പിശാചിനെ മേൽ പരാജയപ്പെട്ടവരല്ല നമ്മൾ ഇന്ന് രാത്രിയിൽ പിശാചിനെ നമ്മൾ ജയിച്ചിരിക്കുകയാണ് പ്രൈസ് ദി ലോർഡ് ദൈവ കഴിഞ്ഞ ദിവസം ഞാൻ ദൈവദാസനോട് പറഞ്ഞപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി പ്രൈസ് ദി ലോർഡ് വെളിപ്പാട് പുസ്തകമാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ എനിക്ക് നിയോഗം നൽകിയത് പലയിടത്തും വെളിപ്പാട് പുസ്തകം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലയിടത്ത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് പിശാച് സമ്മതിക്കത്തില്ല വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന അവസാന പുസ്തകമാണ് പ്രവചന പുസ്തകം ആ പുസ്തകത്തിനകത്ത് പിശാചിന്റെ അന്ത്യത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അവന്റെ അന്ത്യം കാണുക എന്ന് പറയുന്നത് അന്ത്യം പറയുക എന്ന് പറയുന്നത് അവന് സഹിക്കുന്ന കാര്യമല്ല അവൻ പലവിധമാകുന്ന പദ്ധതികൾ ഒരുക്കിയിട്ട് അതിന്മേൽ എന്തുണ്ടാകുമെന്ന് അറിയാമോ പിശാചിന്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടുവാനിടയായി തീരും എന്നാൽ ഇന്ന് രാത്രിയിൽ പിശാച് പല പദ്ധതികൾ ഒരുക്കിയെങ്കിലും ഇന്ന് രാത്രിയിൽ നമ്മളെ പരാജയപ്പെടുത്തുവാനിടയായില്ല നമ്മുടെ മീറ്റിംഗ് എല്ലാ ദിവസത്തെ മീറ്റിംഗിനേക്കാളും ശക്തമായ രീതിയിൽ ഇന്ന് രാത്രി നടത്തുന്നതിൽ ദൈവം അതിന്റെ സൗകര്യങ്ങളെ ഒരുക്കി തന്നത് അതിനായ കർത്താവിന് സ്വന്തം പറയുകയാണ് അവന്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെടുന്നവരല്ല അവന്റെ മുമ്പിൽ നമ്മൾ ജയിക്കുന്നവരാണ് ഇന്ന് രാത്രിയിൽ അവന്റെ മുമ്പിൽ പരാജയപ്പെടുവാൻ നമ്മുടെ ദൈവം അനുവദിക്കുകയില്ല നമ്മുടെ കർത്താവ് ഇന്ന് രാത്രിയിലും അവന്റെ മേൽ ദയമെടുത്ത കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട് പ്രൈസ് ദി ലോർഡ് യേശു എവിടെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് യേശു എവിടെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ വിടുതൽ നടന്നിട്ടുണ്ട് യേശു വരുന്നിടത്തെല്ലാം പുരുഷാരമുണ്ട് യേശു പോകുന്നിടത്തൊക്കെ അത്ഭുതങ്ങളുണ്ട് അവിടെയൊക്കെ പിശാച് പരാജയമാണ് അവൻ അലറുവാൻ ഓടുവാൻ അവന്റെ പരാജയം കണ്ട് അവന് നിലവിളിച്ച് കരയുന്ന അനുഭവമാണ് കാണാൻ കഴിയുന്നത് ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഇന്ന് രാത്രിയിൽ വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ദൈവവചനമാകുന്ന വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ചില കാര്യങ്ങൾ പറയുവാൻ കർത്താവിന്റെ നാമത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനായി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു പ്രൈസ് ദി ലോർഡ് വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗം നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ പ്രൈസ് ദി ലോർഡ് 1 മുതൽ 4 വരെയുള്ള വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കുവാൻ മൈക്ക് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ സമയം അടുത്തിരിക്കുന്നു മതി പ്രൈസ് ദി ലോർഡ് യോഹന്നാൻ പ്രൈസ് ദി ലോർഡ് എഴുതിയതായ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം
വെളിപ്പാട് പുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം അത് വെളിപ്പാട് എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ് അതിന് ഗ്രീക്ക് പദത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോക്കാലിപ്സ് എന്ന് പറഞ്ഞാൽ മറ നീക്കി കാണിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ് അവിടെ ആ 1-ാം അധ്യായത്തിൽ 1 മുതൽ വാക്യത്തിലൊക്കെ വായിക്കുന്നത് വേഗത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ ദൈവദാസനെ പ്രത്യേക നിയോഗം ചെയ്ത് ദൈവം അവനെ കൊണ്ടുപോയി പ്രൈസ് ദി ലോർഡ് അത് മറ നീക്കി ഭാവി കാര്യങ്ങളെ കുറിച്ച് കാണിച്ച് നൽകിയതായ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. പ്രൈസ് ദി ലോർഡ് വെളിപ്പാട് പുസ്തകം പ്രൈസ് ദി ലോർഡ് പുതിയ നിയമത്തിലെ പുസ്തകത്തിലെ ഒരു പ്രവചന പുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ് പഴയ നിയമത്തിൽ അനവധി പ്രവാചകന്മാർ ചെറിയവരും വലിയവരും എല്ലാവരും ഉള്ളപ്പോൾ പുതിയ നിയമത്തിൽ ഒരേ ഒരു പ്രവചന പുസ്തകമേ ഉള്ളൂ. ആ പുസ്തകത്തിന്റെ പേരാണ് വെളിപ്പാട് പുസ്തകം. പ്രൈസ് ദി ലോർഡ് സുവിശേഷങ്ങൾ കഴിഞ്ഞ് ലേഖനങ്ങൾ കഴിഞ്ഞ ശേഷമായി അവസാനമായി ഭാവി കാര്യങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരേ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാട് പുസ്തകം ഇല്ലായിരുന്നെങ്കിൽ ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥം അപൂർണമായിരുന്നു. ഒരു ഭവനത്തിന് 4 ഭിത്തികളും അതിനുള്ള ജനലുകളും കഥകളും ഒക്കെ ഉണ്ട്. എന്നാൽ ആ ടെറസ് ഇല്ല എങ്കിൽ മേൽക്കൂര ഇല്ല എങ്കിൽ എങ്ങനെ ഇരിക്കും? അതേപോലെയാണ് വെളിപ്പാട് പുസ്തകം ഈ പുസ്തകത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ അതേ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ ബൈബിൾ ഈ പ്രവചന പുസ്തകം വന്നതോടുകൂടി ഈ പുസ്തകത്തെ പൂർണ്ണമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് വായിക്കുന്നു. അവസാന ഭാഗത്ത് കർത്താവ് തന്നെ സാക്ഷീകരിച്ച് പറയുന്നു, ഞാൻ തന്നെ സാക്ഷീകരിച്ച് പറഞ്ഞിരിക്കുന്നു. യേശു എഴുതിയതാണ് ഈ പുസ്തകം. യേശുവാണ് എഴുതിയത്. യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ കരം ചലിക്കുന്നു എന്നുള്ളതല്ലാതെ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടെന്നാണ് എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തു വേഗത്തിൽ സംഭവിക്കാനുള്ള കാര്യത്തെക്കുറിച്ച് ദൂതൻ മുഖാന്തരം ദാസനായിരിക്കുന്ന യോഹന്നാനെ അത് പ്രദർശിപ്പിച്ചു, അത് എഴുതിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇത് 1 മുതൽ 22 വരെയുള്ളതായ അധ്യായങ്ങൾ നമുക്ക് തിരുവചനത്തിൽ ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന പുസ്തകം 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ പഠിച്ചു തീരുന്നതല്ല, വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ല. പലർക്കും ഇത് വായിച്ചിട്ട് ബോധക്കേടൊക്കെ വന്നിട്ടുണ്ട്. പ്രൈസറോ എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പ്രൈസറോ അപ്പോൾ അങ്ങനെയുള്ള ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഇത് സാധാരണ മനുഷ്യർ വായിച്ചാൽ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാകത്തില്ല, പിടികിട്ടത്തില്ല. പ്രൈസറോ അത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനവും കർത്താവ് എഴുതുമായ വചനമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനോടും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തോടും കൂടി മാത്രമേ ആ കാര്യങ്ങൾ വ്യാഖ്യാനിപ്പെടുവാൻ കഴിയുള്ളൂ. ദൈവവചനം തിരുവചനം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ വായിക്കുന്നത് വ്യാഖ്യാനിക്കേണ്ടതാണെന്നാണ് ദൈവവചനം പറഞ്ഞത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അത് പഴയ നിയമ മോശയുടെ പുസ്തകവും സങ്കീർത്തനങ്ങളും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, പഴയ നിയമ പ്രവാചകന്മാരിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തെന്ന് പറയും. അപ്പോൾ വ്യാഖ്യാനിക്കപ്പെടേണ്ടതായ പുസ്തകമാണ് വെളിപ്പാട്. അതേപോലെ ദൈവവചനം തിരുവചനം എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ദൈവവചനമാണ്. പ്രൈസ് ദി ലോർഡ് ഈ ദൈവവചനം പ്രൈസ് ദി ലോർഡ് 1200 വർഷങ്ങൾ കൊണ്ട് 40 ദൈവദാസന്മാർ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ച് വിവിധ ഇടങ്ങളിൽ നിന്ന് എഴുതപ്പെട്ടതായ വചനമാണ് പഴയ നിയമവും പുതിയ നിയമവും എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ് ചുരുക്കമായി ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ് എന്നാൽ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ എഴുത്തുകാരൻ തന്നെ അതിൽ എഴുതിയിട്ടുണ്ട്, യോഹന്നാൻ എന്ന ഞാൻ. യോഹന്നാൻ എന്ന ഞാൻ പത്മോസ് എന്ന ദ്വീപിൽ എന്തായിരുന്നു അറിയാവോ? നാടുകടത്തായിരുന്നപ്പോൾ ആത്മാഭിഷനായി എന്ന് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ യോഹന്നാൻ പറയുന്നത്, യോഹന്നാനാകുന്ന ഞാനാണ് ഈ പുസ്തകം എഴുതിയത്, വേറെ ആരും എഴുതി, ഞാൻ തന്നെയാണ് എഴുതിയത് എന്ന് യോഹന്നാനെ അത് തന്നെ സാക്ഷീകരിക്കുന്നതായിട്ട് വായിക്കുന്നുണ്ട്. യോഹന്നാൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ കുറിച്ച് 2-3 കാര്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് സബദി എന്ന് പറയുന്ന ആളിന്റെ മക്കളായിരുന്നു. യോഹന്നാനും എന്ന് പറയുന്ന ആളും യാക്കോബ് എന്ന് പറയുന്ന ആ വ്യക്തിയും. യാക്കോബ്, യോഹന്നാൻ ഇവർ 2 പേരും സബദികളുടെ മക്കളായിരുന്നു. ഇവർ 2 പേരും കൂടെ അവരുടെ അമ്മയും കൂടിക്കൊണ്ട് ഒരു ദിവസത്തിൽ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, ഗുരു അതെ ദൈവമേ അല്ലെങ്കിൽ കർത്താവേ, ഞങ്ങള് എൻ്റെ മകൻ ഇടത്തും എൻ്റെ ഒരു മകൻ വലത്തും ഇരിക്കുവാനുള്ളതായ കൃപ തരണമേ, അതിനുള്ള അനുവാദം നീ തരണമേ, അതിനുള്ള ഒരു അവസ്ഥ, ആ സാഹചര്യത്തിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ എന്ന് പറഞ്ഞപ്പോൾ
പ്രൈസോട് നമ്മുടെ കർത്താവ് അവസരത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല, അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രൈസ് നിങ്ങൾ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ എന്തായി തീരണമെന്നറിയോ? ദാസനാകണം. ഓ പ്രൈസോട് അങ്ങനെ ദാസനായി തീരണമെന്ന് അവിടെ അത് നമുക്ക് ആ ഭാഗത്ത് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അവർ സ്ഥാനമോഹിയായിട്ടാണ് ഇവരെ രണ്ടുപേരെയും ദൈവത്തിൽ കാണുമ്പോൾ സ്ഥാനമോഹി. പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ കസേര കിട്ടണം, യേശുവിൻ്റെ വലത്തും ഇടത്തും ഇരിക്കാനുള്ള കസേര കിട്ടണമെന്ന് പറഞ്ഞ് അധികാരത്തിൻ്റെ ഒരു മോഹത്തോടു കൂടിയാണ് യേശുവിനെ സമീപിച്ചത്. അവൻ്റെ അമ്മയും ഇവർ രണ്ടുപേരും വന്നത്. യാക്കോബ് എന്ന് പറയുന്ന ആളും യോഹന്നാൻ എന്ന് പറയുന്ന ആളും ഇവർ രണ്ടുപേരും അങ്ങനെയാണ് വന്നത്. അധികാരം വേണം, എനിക്ക് സ്ഥാനം വേണം. പ്രേക്ഷകർ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരാളെ സെക്രട്ടറി ആക്കണം, ഒരാളെ ഖജാൻജി പൈലസം ചെയ്യിപ്പിക്കണം. പ്രേക്ഷകർ അങ്ങനെ രണ്ട് സ്ഥാനമാനങ്ങൾ കൊടുത്ത് ഞാൻ നിന്നോട് ഒരുമിച്ച് ഇരുത്തുവാൻ ഇടമെന്ന് പറയുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം അങ്ങനെ ഇരുന്ന അവസരത്തിലാണ് പ്രൈസ് ദി ലോർഡ് അങ്ങനെ ഇരുന്നപ്പോൾ ആ സ്ഥാനമാനം ആഗ്രഹിച്ചു വന്ന ആ വ്യക്തി കുറെ കാലങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ചു കഴിഞ്ഞപ്പോഴാണ് തനിക്ക് മനസ്സിലായി ഈ സ്ഥാനത്തിനും മാനത്തിനും ഒന്നും ഒരു വിലയുമില്ല, ഇതൊക്കെ നശ്വരമാണ്, ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ യേശുവിനോടുകൂടെ നിരന്തരമായി സ്നേഹമെന്ന പുലർത്തി നിരന്തരമായി നിന്ന് ജീവിച്ചു കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് യേശു കർത്താവിനെ ഈ ദേഹത്തെ യേശു എവിടെ നോക്കി? യേശുവിനെ നോക്കിയാൽ ഏത് സമയം നോക്കിയാലും യേശുവിന്റെ മാർഗത്തിലാണ് അവനെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വേറിട്ടൊരു അനുഭവം ഇല്ലായിരുന്നു, ഒറ്റയ്ക്ക് യേശുവിന് അകന്നൊരു ജീവിതം അവനില്ലായിരുന്നു. യേശു എവിടെ ഉണ്ടോ അവൻ യേശുവിനെ മാർവിട നോക്കിയാൽ മതി ഈ യോഹന്നാന് കാണാൻ കഴിയുമായിരുന്നു. അപ്പൊ സ്ഥാനം കിട്ടണം, മാനം കിട്ടണമെന്ന് പറഞ്ഞ വ്യക്തി പിൽക്കാലം വന്നപ്പോൾ യേശുവിന്റെ സ്നേഹത്തിൽ അങ്ങ് ആകർഷിക്കപ്പെട്ടു. യേശുവിന്റെ സ്നേഹത്തിൽ ആകർഷിക്കപ്പെട്ടതിന് ശേഷമായിട്ട് പിന്നെ അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് ഈ ഇദ്ദേഹത്തെ കുറിച്ച് തന്നെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയെന്നറിയാമോ? അത് യോഹന്നാന്റെ സുവിശേഷം ഞാൻ വായിക്കേണ്ട. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 23-ാം അധ്യായത്തില് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൽ എഴുതിയിരിക്കുക യേശു സ്നേഹിച്ച ഒരു ശിഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശു സ്നേഹിച്ച ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ എന്ന് ഞാനെന്നോ അപ്പോസ്തലനായ യോഹന്നാനെന്നോ യേശുവിന്റെ ഏറ്റവും അടുത്ത ആളെന്നോ ഒന്നും പറയാൻ കഴിയില്ല. അപ്പോസ്തലനെന്നോ പ്രവാചകനെന്നോ പ്രൈസ് ദി ലോർഡ് റവറണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. യേശു സ്നേഹിച്ചവനാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. അത്ര പറഞ്ഞില്ല. അവന്റെ പേരൊന്നും പറഞ്ഞില്ല. യേശുവുമായിട്ട് കൂടുതൽ അടുത്ത സ്നേഹബന്ധത്തിൽ ആയി കഴിയുന്ന ഒരു വ്യക്തിക്കേ പറയാൻ കഴിയത്തുള്ളൂ ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾ ഒന്നും വലുതല്ല. യേശുവിന്റെ സ്നേഹത്തിന് മുമ്പിൽ ഈ സ്ഥാനങ്ങളിൽ ലോകത്തിലെ യാതൊരു സുഖങ്ങളും ഇതൊന്നും വലുതല്ല. യേശുവിന്റെ സ്നേഹത്തിന് മുമ്പിൽ ഇതെല്ലാം മഞ്ഞുപോലെ ഉരുകി പോകുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അങ്ങ് വന്ന അവസരത്തിൽ എനിക്ക് സ്ഥാനമാനം വേണമെന്ന് പറഞ്ഞ് അധികാരം ജഡത്തിന്റെ സ്വഭാവം വന്നു കഴിഞ്ഞ് കർത്താവുമായി നിരന്തരം സ്നേഹിച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഈ ലോകത്തിന്റെ സ്ഥാനങ്ങളോ മാനങ്ങളോ ഇതൊന്നും സ്ഥിരമല്ല, ഇതൊക്കെ നശ്വരമാണ്. അതിനേക്കാളും വലുതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. യേശുവിന്റെ സ്നേഹമാണ് അതിനേക്കാൾ വലിയത്, അതാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ പറയുകയാണ് ഞാൻ ആരാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ ഒരു സ്നേഹം, യേശുവിന്റെ സ്നേഹം പ്രൈസ് ദി ലോർഡ് ഉള്ള ഒരു മനുഷ്യൻ എന്നുള്ളതല്ലാതെ തന്റെ പേര് പോലും പറയുവാൻ താൻ ആഗ്രഹിച്ചില്ല. പ്രിയമക്കൾ, ഇന്ന് അനേകം പ്രിയപ്പെട്ടവർ അവരുടെ പേരും അവരുടെ പ്രശസ്തിക്കും വേണ്ടി പലതും കടന്ന് അത് ചാടുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ പേര് ഈ ലോകത്തിലെ പേരുകളൊന്നും വലുതല്ല. നമ്മുടെ പേര് ഇവിടെയല്ല, നമ്മുടെ പേര് മണ്ണിലല്ല, നമ്മുടെ പേര് വിണ്ണിലാണ്. ഈ ലോകത്തിലെ പേരുകളൊക്കെ നശ്വരമാണ്, ശാശ്വതമല്ല. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ നശിച്ചു പോകുന്നതാണ്. ഈ ലോകത്തിലെ പേരുകളും പ്രശസ്തികളും എല്ലാം പ്രൈസ് ദി ലോർഡ് എല്ലാം നശിച്ചു പോകുന്നതാകുമ്പോൾ അവിടെ നമ്മുടെ പേര് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയതായ കാര്യം. പേര് എടുക്കുന്നവർ പ്രൈസ് ദി ലോർഡ് ഈ ലോകത്തിലല്ല, അവിടെ പേര് നിലനിൽക്കണം. നമുക്ക് ഇന്ന് രാത്രി നമുക്ക് പറയാൻ കഴിയും നമ്മുടെ പേര് അത് മണ്ണിലല്ല, നമ്മുടെ പേര് വിണ്ണിലാണ്, നമ്മുടെ പേര് സ്വർഗത്തിലുണ്ട്, ദൈവപുസ്തകത്തിൽ പേരുണ്ട്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി കരങ്ങൾ അടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കാമോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പേര് സന്തോഷിക്കുന്നവർ, സന്തോഷമുള്ളവർ പ്രൈസ് ദി ലോർഡ് ഇന്ന് രാത്രി നമുക്ക് പറയാൻ കഴിയും എന്റെ പേര് ഇവിടെയല്ല, എന്റെ പേര് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ എന്റെ പേരുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തില് അപ്പോസ്തലനായ ഈ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു, യോഹന്നാൻ എന്ന ഞാന് നിങ്ങളുടെ സഹോദരനും കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും. അപ്പൊ നിങ്ങളുടെ സഹോദരൻ പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ അപ്പോസ്തലനെന്നോ പ്രവാചകനെന്നോ റവറണ്ടെന്നോ പാസ്റ്ററെന്നോ ഒന്നും പറയാതെ താൻ പറയാണ് നിങ്ങളുടെ സഹോദരനാണ് ഞാൻ.
ഓ ഹല്ലേലൂയ. നിങ്ങളുടെ സഹോദരനാണ് ഞാൻ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയാണ് ഞാൻ. എനിക്കിനിയും സിംഹാസനമല്ല വേണ്ടത്, എനിക്കിനിയും കൊട്ടാരമല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് ഭരണമല്ല വേണ്ടത്. എനിക്ക് വേണ്ടത് യേശുവിനോട് കൂടെയുള്ള കഷ്ടതയും സഹിഷ്ണുതയും പ്രൈസ് ദി ലോർഡ് ആണ് എനിക്ക് വേണ്ടത്. ഞാൻ അതാണ് ഇഷ്ടപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അവരുടെ ജീവിതത്തിന്റെ മാറ്റം ഇന്ന് രാത്രി മനസ്സിലാക്കണം. കർത്താവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധത്തിൽ പുലർത്തിയ യോഹന്നാൻ പറയുകയാണ്, എനിക്ക് ഇതാണ് ആവശ്യം. എനിക്ക് സ്ഥാനമല്ല വേണ്ടത്, എനിക്ക് മാനമല്ല, ഈ ലോകത്തിന്റെ പ്രശസ്തികൾ ഒന്നുമല്ല വേണ്ടത്. എനിക്ക് വേണ്ടത് കർത്താവിന്റെ സ്നേഹവും പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ കഷ്ടതയും പ്രൈസ് ദി ലോർഡ് അവന്റെ സഹിഷ്ണുതയും അതിനോടനുബന്ധിച്ച് അവനുമായി കൂട്ടായ്മ ആചരിക്കാൻ, ആ കൂട്ടായ്മയിൽ തന്നെ ആയിരിക്കുവാനാണ് ഞാൻ എന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, നിങ്ങളുടെ സഹോദരനാണ് ഞാൻ എന്ന് പറയുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമായിട്ട് ഈ പത്രോസ്, ഈ യോഹന്നാന്റെ സഹോദരനായിരിക്കുന്ന യാക്കോബിനെ കുറിച്ച് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. 12-ാം അധ്യായത്തിൽ വായിക്കേണ്ട അത് അപ്പോസ്തലരുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അത് യാക്കോബിനെ അവര് വാള് കൊണ്ടുകൊന്നു. പ്രൈസ് ദി ലോർഡ്. യാക്കോബിനെ അവരെന്ത് ചെയ്തു? വാള് കൊണ്ടുപോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവൻ പറഞ്ഞത് എനിക്കൊരു സിംഹാസനം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എനിക്കൊരു പ്രൈസ് ദി ലോർഡ് കസേര വേണമെന്നാണ് പറഞ്ഞത്. എന്നാൽ പ്രൈസ് ദി ലോർഡ് അവസാനമായി രക്തസാക്ഷിയായി ആദ്യം തീർന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് തീർന്ന വ്യക്തിയാണ് ആരാണെന്നറിയാമോ? അത് യാക്കോബ് രക്തസാക്ഷിയായി തീരുവാനിടയായി. കർത്താവിൻ്റെ സ്നേഹത്തോട് അടുത്ത് കഴിയുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ് ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുവാനും ജീവൻ കൊടുക്കുവാനും ആ ഒരു സ്നേഹത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അത്രമാത്രം ആഴമായി കർത്താവിനെ സ്നേഹിച്ചതുകൊണ്ടാണ്. ഇന്ന് രാത്രി നിങ്ങൾ എത്ര പേര് കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്? കർത്താവിനെ സ്നേഹിക്കുന്നവരും കർത്താവ് സ്നേഹിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നവരാണോ? അതോ പ്രൈസ് ദി ലോർഡ് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത് മാത്രമേ ഉള്ളൂ? കർത്താവിന് നിങ്ങളെ ജീവനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും പറയാറുള്ള പദപ്രയോഗമാണ്, കർത്താവിന് നമ്മുടെ ജീവനാണ്. ജീവനാണ്, ജീവനാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? വാക്കുകൊണ്ട് ഞാൻ പറയല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ നമുക്ക് ജീവൻ നൽകിയാണ്. അവൻ നമുക്ക് ജീവൻ നൽകിയത് കൊണ്ട് നമ്മളെ അവൻ എന്താണെന്ന് അറിയാമോ? ജീവനാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. എന്താണ് ചോദിച്ചാൽ പ്രൈസ് ദി ലോർഡ് കർത്താവിന് നിങ്ങളെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് എന്താണ് പ്രശ്നം? പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ജീവന തുല്യമായി സ്നേഹിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാവരും, ഈ ലോകത്തുള്ള ദൈവങ്ങളെല്ലാവരും ഒരു കാലത്ത് മനുഷ്യരായി നിന്നിട്ട് ദൈവമായി മാറ്റപ്പെട്ടവനാണ്. എന്നാൽ നമ്മുടെ കർത്താവ് പ്രൈസ് ദി ലോർഡ് മനുഷ്യൻ ദൈവമായതല്ല, ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമായിരുന്ന കർത്താവ് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നവനാണ്. മറ്റുള്ള ദൈവങ്ങളിൽ വ്യത്യസ്തമാക്കിയത് നമ്മുടെ കർത്താവിന് വ്യത്യസ്തനാക്കിയത് ദൈവരൂപത്തിൽ നിന്ന് കർത്താവ് ആരായി താഴെ വന്നെന്നറിയാവോ? മനുഷ്യനായി ഭൂമിയിൽ വന്ന് യേശു കർത്താവ് നമ്മളെ തേടി വന്ന് നമ്മുടെ വേണ്ടി ജീവൻ നൽകിയവനായ കർത്താവാണ്. അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റി തന്നത് ജീവന തുല്യമായി സ്നേഹിക്കുന്നവനാണ്. ഇന്ന് രാത്രി ദൈവമക്കളെ, നിങ്ങളെ കർത്താവ് ഒത്തിരി ഇഷ്ടമാണ്, നിങ്ങളെ സ്നേഹമാണ്, നിങ്ങളെ വാത്സല്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹമാണോ? അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ കർത്താവിന് സ്നേഹമാണ്, ഒത്തിരി ഇഷ്ടമാണ്. കർത്താവിന് ഒത്തിരി ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയാവോ? ജീവൻ നൽകി സ്നേഹിച്ചവനാണ്. ജീവനപ്പുറം ഒരു മനുഷ്യന് ജീവനപ്പുറം വേറെ ഒരു കാര്യമില്ല. ജീവൻ നൽകി സ്നേഹിക്കണമെങ്കിൽ അത്രമാത്രം പ്രൈസ് ദി ലോർഡ് നമ്മളോടുള്ള സ്നേഹം വലുതാണ് എന്ന് ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകത്തെ നമുക്ക് മൂന്നായിട്ട് തരംതിരിച്ച് പഠിക്കാൻ കഴിയുന്നുണ്ട്. നാളെ രാത്രിയിൽ ദൈവാനുവദിച്ചാൽ ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് ഭാഗങ്ങൾ നാളെ പറയും. നാളെയും കൊണ്ട് ഇന്നും കൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കും. വെളിപ്പാട് പുസ്തകം നമ്മൾ ഒരുമിച്ച് ഇന്ന് 2 നാളായിട്ട് പഠിച്ചു തരും. രാമൻ പറ തരുമോ? തരുമോ? തീർക്കാം. പാസ്റ്റർ പറഞ്ഞെങ്കിൽ ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാസ്റ്റർ പറഞ്ഞെങ്കിൽ ഓക്കെ. ഇന്ന് രാത്രിയിൽ അതിനെല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം നമ്മൾ ബൈബിൾ കോളേജിൽ നിന്ന് പോകണ്ട, നമുക്ക് ഇന്ന് രാത്രി വചനം പഠിക്കും. ഇതിനകത്ത് ഒത്തിരി ആഴമായ ആത്മീയ അർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇത് ബൈബിൾ കോളേജ് പാസ്റ്റർമാർക്ക് വെച്ചിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതല്ല, വിശ്വാസികളായി നമ്മൾ ഈ വചനം പഠിച്ചതിന് ശേഷം എന്തെന്നറിയാമോ? ഇതിനകത്ത് ഭാവി കാര്യങ്ങളെ കുറിച്ച് മൊത്തം പ്രവചിച്ചെഴുതിയിരിക്കുന്ന ഒരേ ഒരു പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. ഭാവി കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞിരിക്കുന്നത് 3ആയിട്ട് തരത്തിരിക്കാം. നീ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇനിമേൽ സംഭവിക്കാനിരിക്കുന്നത് എന്ന് അവിടെ വായിക്കുന്നുണ്ട് 1-ാം അധ്യായത്തില്. നീ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇനിമേലിൽ സംഭവിക്കാനിരിക്കുന്നത്. നീ കണ്ടത് പ്രൈസ് ദി ലോർഡ് ഇപ്പോഴുള്ളത്, ഇനിമേലാണ് സംഭവിക്കാനിരിക്കുന്നത്. 4-ാം അധ്യായം മുതൽ ഇനിമേലിൽ സംഭവിക്കാനിരിക്കുന്നത്. നീ കണ്ടത് 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ തേജസ്കരണത്തെ കുറിച്ചാണ് കണ്ടുകഴിയുന്നത്.
തേജസ്കരിക്കപ്പെട്ട യേശു കർത്താവിനെ കാണുന്നതാണ് നീ കണ്ടത്. യേശു കർത്താവിന് പത്മോസ് ദ്വീപില് അദ്ദേഹത്തെ കുറിച്ച് രണ്ട് വാക്കുകൂടെ പറയട്ടെ. ഇദ്ദേഹത്തെ നീറോ ചക്രവർത്തി ഇവനെ തിളപ്പിച്ച തീ അത് എണ്ണയ്ക്കകത്ത് ഇട്ട് കളഞ്ഞു. എന്നാൽ അവിടെ ഒന്നും ആ തീക്കൊന്നും അവന് എന്ത് ചെയ്യാൻ പറ്റില്ല, ദഹിപ്പിച്ച് കളയാൻ കഴിയാതിരുന്നപ്പോൾ ഈ മനുഷ്യനെ കൊല്ലാനായിട്ട് ഒരു രാജാവ് വിചാരിച്ചിട്ട് നടന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ അവനെ നാട് കടത്തി, അങ്ങനെ ദ്വീപിലേക്ക് നാട് കടത്തി. അവിടെ ചെന്നതിന് ശേഷമായിട്ടാണ് അവൻ ഈ വെളിപ്പാട് പുസ്തകം എഴുതാനിടയായി തീർന്നത്. അപ്പോൾ ഈ നാട് കടത്തിയ ആ വ്യക്തി ഈ ഭൂമിയിലുള്ളതായ രാജാക്കന്മാര് നോക്കിയിട്ട് ഇവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. ഒരു അഭിഷേകമുള്ള മനുഷ്യനെ ഈ ലോകത്തിലെയോ അധികാരികൾക്കോ ഭരണാധികാരികൾക്കോ ഒരു പിശാചിനും ഒതുക്കി വെക്കുവാൻ കഴിയയില്ല. വാഗ്ദത്തം അവന്റെ മേലുണ്ട്. വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ ഒരു പിശാചിന് നിന്നെ തൊടുവാൻ കഴിയില്ല, ഒരു അധികാരികൾക്ക് നിന്നെ തൊടുവാൻ കഴിയില്ല, ഒരു അന്ധകാരനും തൊടുവാൻ കഴിയില്ല. നിന്നെ കുറിച്ച് ദൈവത്തിന് എന്തൊക്കെ പദ്ധതി ഉണ്ടോ അതെല്ലാം നിറവേറ്റി അവസാനത്തെ ദിവസം മാത്രമേ നിനക്ക് എവിടെ നിന്നും ഈ ലോകത്ത് നിന്നും യാത്ര പോകാൻ കഴിയുള്ളൂ. ഒരു അഭിഷേകമുള്ള ഒരു ദൈവഭക്തനെ ഒരു ശക്തിക്ക് തൊടുവാൻ കഴിയില്ല. എന്നാണ് അവന്റെ ശുശ്രൂഷ അവസാനിക്കുന്നത്. അന്നത്തെ ദിവസം വരെയും ദൈവത്തിന്റെ പ്രത്യേക ആവലും സുരക്ഷിതത്വവും സംരക്ഷണവും അവന് മേൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം. ദൈവമക്കളെ, നമ്മുടെ പലരെയും ഈ ഭൂമിയിൽ വെച്ച് തന്നെ പിശാച് നമുക്ക് പണി തരാൻ പല രീതിയിൽ പ്രവർത്തിച്ചതാ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ മനസ്സിലാക്കുന്നത് ദൈവമക്കളെ, നിങ്ങളെ കുറിച്ച് പല പദ്ധതികൾ ദൈവത്തിന് ഉള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രിയിലും നിങ്ങൾക്ക് ഇവിടെ കടന്നു വന്നിരിക്കുവാൻ കഴിയുന്നത്. അല്ലെങ്കിൽ എന്നെ പിശാച് പല പദ്ധതികൾ ഓരോ വർഷവും അവന്റെ ഡയറിക്കകത്ത് എന്ത് ചെയ്യുന്നറിയാം, ഓരോ വർഷവും ഓരോ വർഷത്തെ ഡയറിക്കകത്ത് ഓരോ ദൈവമക്കളെ, വിലപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് പദ്ധതിപ്പെട്ട ദൈവമക്കളെ പദ്ധതിയിട്ട് പരിപാടി ഇട്ടുകൊണ്ട് പ്രോഗ്രാം അത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് നശിപ്പിച്ച് കളയത്തക്ക പദ്ധതികൾ ഇടും. എന്നാൽ എന്താണെന്നറിയാമോ, ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയാണ് അവന്റെ പദ്ധതികളെല്ലാം ക്യാൻസൽ ചെയ്ത് കളയാൻ ഇടയാകുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പിശാച് 2016 ആണ്ടിൽ എന്തൊക്കെ പദ്ധതികളുണ്ടോ ആ പദ്ധതികളെല്ലാം എങ്ങനെ ക്യാൻസൽ ചെയ്യുന്നറിയാമോ? നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയിലാണ് പിശാചിനെ തകർത്ത് കളയാൻ കഴിയുന്നത്. ഇന്ന് രാത്രി ദൈവമക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പിശാച് പരിപാടികൾ ഇട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നിരന്തരം പ്രാർത്ഥനയിൽ പോരാടണം. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പത്രോസിനോട് യോഹന്നാനോട് പറഞ്ഞു, ഉണർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നറിയോ? പരിശോധനയുടെ നടുവിൽ, പിശാചിന്റെ പരീക്ഷയുടെ നടുവിൽ നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയുള്ളൂ എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഈ യോഹന്നാനെ എണ്ണയിലകത്ത് ഇട്ടിട്ടും എന്ത് ചെയ്യുന്നറിയാം, അവൻ മരിക്കാൻ കഴിഞ്ഞില്ല. അവനെ എന്തറിയാം, നാട് കടത്തി കഴിഞ്ഞപ്പോൾ ദ്വീപിനെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കൂ. നമ്മളെപ്പോലെ ഒരു സാധാരണ വ്യക്തികളൊക്കെ ആയിരുന്നെങ്കിൽ ഹൃദയം പൊട്ടി അവിടെ വെച്ച് അറ്റാക്ക് വെച്ച് പോകുമായിരുന്നു. കാര്യം 4 വഴികൾ അടഞ്ഞു. ഒരു വഴിയിൽ ഒരു രീതിയിലും അവിടുന്ന് മാറ്റപ്പെടുവാൻ, അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ യാതൊരു വഴിയുമില്ല. അന്നത്തെ പോലെ ഉള്ള സജ്ജീകരണങ്ങളൊന്നും അന്നുമില്ലല്ലോ. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട ഒരു ദ്വീപിൽ ഏകനായ ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് അവിടെ വിടുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോ നിങ്ങൾ. നമ്മൾ അതിനെക്കുറിച്ച് സീരിയസ് നിങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ടാണ്. അത് വലിയ ആഴമായ കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവൻ ഏകനായി ഒറ്റയ്ക്ക് അവിടെ ആയിരിക്കുകയാണ്. എല്ലാ വഴികളും അടഞ്ഞു, എല്ലാ വാതിലുകളും അടഞ്ഞു. ലഭിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നിന്നു. ലഭിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിൽക്കും മനസ്സിലാക്കിക്കോണം, ദൈവത്തിന് വേറെ ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാത്രി അതിൽ കൂടെ ദൂത് പറയാണ്, നിങ്ങൾക്ക് ലഭിച്ചു കിട്ടിക്കൊണ്ടിരുന്നതായ നന്മകൾ വഴികൾ അടയുമ്പോൾ മനസ്സിലാക്കിക്കോണം, ഇനി ദൈവത്തിന് എന്തോ പുതിയ വഴികൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വഴികൾ നീ അടഞ്ഞെങ്കിൽ നീ ഭാരപ്പെടേണ്ട. നിനക്ക് വേണ്ടി ഒരു പുതിയ വഴിയെ തുറക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയാണ് ഈ വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം ഇന്ന് രാത്രി മനസ്സിലാക്കണം. ആ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. എല്ലാ വഴികളും അടഞ്ഞപ്പോൾ, എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ അവൻ നിരാശപ്പെട്ടില്ല. അവന്റെ പ്രാർത്ഥന ഉറച്ചില്ല. അവൻ വായിക്കുന്ന 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, കർത്തൃ ദിവസമായപ്പോൾ യോഹന്നാൻ ആത്മാവിൽ നിറയാൻ തുടങ്ങി. യോഹന്നാൻ ആത്മാവിൽ നിറഞ്ഞു. അവൻ ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ചു. ഒരു അനുഭവം പറഞ്ഞില്ല, ഒരു നിരാശയും പറഞ്ഞില്ല, ആരെയും കുറ്റപ്പെടുത്തിയില്ല, കർത്താവിനോട് പെരുവരുത്തില്ല, ഒരു കാര്യം പറഞ്ഞില്ല. അതുപോലെ ഞായറാഴ്ച ദിവസമായപ്പോൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചില്ല, ആരുമില്ല എന്ന് വിചാരിച്ചില്ല.
വിചാരിച്ചില്ല. ആരും കൂടില്ലല്ലോ എന്ന് വിചാരിച്ചില്ല. എന്നാൽ ഒറ്റയ്ക്കായിരുന്ന അവസരത്തിൽ ഏകനായിരുന്നുകൊണ്ട് അവൻ ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുവാനിടയായി. അടുത്ത ദിവസത്തിൽ അവൻ ആത്മാവിഭൂഷനായി നമ്മൾ ദിവസങ്ങൾ വായിക്കുന്നു. അന്നത്തെ ദിവസം തന്നെ ആത്മാവിഭൂഷനായി കഴിഞ്ഞ ശേഷമായിട്ട് അവിടെ നിന്ന് വായിക്കുന്നത് അങ്ങനെ ഇപ്പോഴാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഇവിടേക്ക് കയറി വാ എന്ന് പറയും. സ്വർഗം തുറന്നു എന്ന് വായിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവവിധല്, ആത്മാവിൽ നിറയുന്ന ദൈവവിധല്, നിന്റെ എല്ലാ 4 വഴികളും നിനക്ക് അടഞ്ഞെങ്കിലും ദൈവം സ്വർഗത്തിൽ ഒരു പുതിയ വഴി തുറക്കുവാനിടയായി. ഇവിടേക്ക് കയറി വാ എന്ന് പറഞ്ഞ് ഒരു പുത്തൻ വഴി അവിടെ തുറക്കുവാനിടയായി തീർന്നു. എല്ലാ വഴികളും അടയട്ടെ, എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാകട്ടെ. നീ പ്രാർത്ഥിക്കുന്നവളാണോ? നിന്റെ മേൽ അഭിഷേകമുണ്ടോ? നിന്റെ മേൽ അഭിഷേകമുണ്ടോ? നിനക്ക് വേണ്ടി ദൈവം പുതിയ വഴികളെ തുറക്കുന്ന ദൈവമാണ്. എല്ലാ വഴികളും അടഞ്ഞാലും ഹല്ലേലൂയ, നിനക്ക് വേണ്ടി നീ ആഗ്രഹിക്കാത്ത, ഉദ്ദേശിക്കാത്ത, ചിന്തിക്കാത്ത ആ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള വഴികളെ, ഈ ഭൂമിയിലുള്ള വഴികളൊക്കെയാണ് തുറന്നാൽ അതിനകത്ത് അതിശയമില്ല. ഇവിടെ വായിക്കുന്നത് സ്വർഗം തുറന്നിരിക്കുന്നു എന്ന് കാണുമ്പോൾ ഇന്ന് രാത്രിയിൽ ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വഴികളെ തുറക്കാൻ പോവുകയാണ്. വഴികൾ അടഞ്ഞിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമടിച്ചൊന്ന് ഏറ്റെടുത്തോ. നിങ്ങളുടെ പേര് പുത്തൻ വഴി കർത്താവ് തുറക്കാൻ ഏറ്റെടുത്തോ. ഇന്ന് സംഭവിക്കും, ഇന്ന് തന്നെ സംഭവിക്കും. ഞങ്ങളുടെ ചർച്ചിൽ അങ്ങനെയാണ്. പ്രൈസലോ, കരമടിച്ചങ്ങ് ഏറ്റെടുക്കും. പ്രൈസലോ, ഹല്ലേലൂയ. നിനക്ക് എത്ര ലക്ഷം രൂപ ബാങ്കിലുണ്ടെന്ന് പറഞ്ഞാലും, എത്ര ലക്ഷങ്ങളുടെ പ്രൈസലോടെ അതേ നിങ്ങൾ ചെക്കാണ് എഴുതുന്നത് എന്ന് പറഞ്ഞാലും, എല്ലാവരും സംഖ്യ എഴുതി, അക്ഷരത്തിലും എഴുതി, ഡേറ്റ് എഴുതി, എല്ലാം എഴുതിയാലും ശരി, അവസാനം ഒരു സൈൻ ഇല്ലെങ്കിൽ പ്രൈസലോ മാനേജർ പറയും, അവർ പറയും കൊണ്ടുപോയിക്കോളാൻ പറയുന്നത് പറ്റത്തില്ല. കാരണം സൈൻ ഇല്ല. പ്രൈസലോ, സൈൻ ആകുന്ന ദൈവ നാവാണ് അധികാരം. ഈ നാവിൽ കൂടെ നമുക്ക് അത് ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞ് കരമടിച്ച് ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാവും. ഞങ്ങളുടെ ചാർച്ചിലെ വിടുതലൊക്കെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. രോഗികളൊക്കെ വരുമ്പോൾ നിങ്ങൾ പറയുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം നിങ്ങളെ തൊടാൻ പോവുകയാണ്, നിങ്ങളുടെ മേലെ ഇന്ന് പരിശുദ്ധാത്മാവ് സാന്നിധ്യം ഉണ്ടാകുമ്പോൾ സൗഖ്യമാകാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അവർ കണ്ണുമടച്ച് വിശ്വസിച്ച് കരമടിച്ചങ്ങ് ഏറ്റെടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാവും. എത്ര വലിയ രോഗമായിരുന്നാലും, എത്ര വലിയ ക്യാൻസർ ആയിരുന്നാലും, ഏത് അനുഭവങ്ങളായിരുന്നാലും അവർക്ക് വിടുതൽ പ്രാപിക്കാനിടയായി തരും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിച്ച് കരമടിച്ച് ഏറ്റെടുക്കുമ്പോൾ ദൈവം നോക്കുന്ന വേറൊന്നും നോക്കുകയില്ല. നിങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കുകയില്ല, നിങ്ങളുടെ കളർ നോക്കുകയില്ല, നിങ്ങളുടെ ഭാഷ നോക്കത്തില്ല. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ, നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത്. ഇന്ന് രാത്രി വിശ്വാസത്തോട് കരമടിച്ച് സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകുവാനിടയായി തീരും. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. നമ്മുടെ കർത്താവ് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്, വിടുതലുകൾ നൽകുന്ന കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുന്നത് അത് നമ്മൾ വായിക്കുന്നത് 4-ാം അധ്യായത്തിൽ മുതൽ നമ്മൾ വായിക്കുന്നത് ഈ യോഹന്നാൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ സ്വർഗത്തിൽ കൊണ്ടുപോയി. കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോയി. 1-2 അധ്യായത്തില് ആ ഭാഗത്ത് വിശദീകരിക്കാൻ ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സുപരിചിതമാണ്. യേശു കർത്തേസ്കരിക്കപ്പെട്ടവനാകുന്ന യേശുവിനെ കണ്ടതിന് ശേഷമായിട്ട് അത് കാണുവാൻ വേണ്ടിയാണ് വേണ്ടതാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 2-3 അധ്യായങ്ങളിലൊക്കെയാണ് അന്ന് ഇന്നുണ്ടായിരിക്കുന്ന സഭയുടെ കാലങ്ങളാണ് സഭകൾ. 1-ാം അധ്യായത്തിൽ തേസ്കരിക്കപ്പെട്ട കർത്താവിനെ ഈ യോഹന്നാൻ കണ്ടത് ഒരു സമയത്ത് കർത്താവിനെ കണ്ടത് ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെയാണ്. നിന്നേറ്റ് പരിഹാസമേറ്റ് ഒടുവുചാലുകളെ പോലെ പുറം കീറി തലയിലെ ഉണ്ടായിരിക്കുന്നതായ മുൾക്കിരീടം വെച്ച് അടിച്ച് മുഖത്തെ രോമങ്ങൾ പറിച്ചെടുത്ത് വിരൂപമായി മുഖത്തെ എല്ലാം തുപ്പി പരിസരോട് അങ്ങനെ യേശു കർത്താവിനെ അങ്ങനെ ആ അനുഭവം നിന്നയായി തീർന്നു. യശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ വായിക്കുന്നു, അവനെ കണ്ടാൽ ആഗ്രഹിക്കുന്ന സൗന്ദര്യമില്ല, അവന്റെ രൂപഗണമില്ല, ഭംഗിയില്ല, ആനന്ദമില്ല, പരിസരം ഒന്നുമില്ല. കാണുന്നവരെല്ലാം അവനെ നിന്ദിച്ച് പരിഹസിച്ചും പോയി. നിന്ന പാത്രമായി തീർന്ന കർത്താവിനെയാണ് യോഹന്നാൻ കണ്ടത്. എന്നാൽ ഇപ്പോൾ കാണുന്ന കർത്താവിനെ അങ്ങനെയല്ല, തേജസ് പ്രാപിച്ച കർത്താവിനെയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ കർത്താവ് പ്രൈസറോട് നമുക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടു. നമ്മുടെ നിന്ന മാറ്റുവാണ് നമ്മുടെ കർത്താവ് നിന്ദിക്കപ്പെട്ടത്. പ്രൈസറോട് 5-ാം അധ്യായം വായിക്കട്ടെ. 5-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുന്നു, അവിടെ നിങ്ങൾ വായിക്കേണ്ട പ്രൈസറോട് അതിന് സമയമില്ല, ഞാനൊന്ന് പറഞ്ഞു പോകാം. 5-ാം അധ്യായത്തിന് 1 വേദഭാഗത്തിൽ വായിക്കുന്നത് ഒരു പുസ്തകം തുറങ്ങുക. പുസ്തകം തുറക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മുദ്രപത്രം. ആ 5-ാം അധ്യായത്തിൽ വായിക്കുന്ന മുദ്രപത്രം എന്നാണ്. മുദ്രപത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിൽ ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു വീടോ സ്ഥലമോ എഴുതണമെങ്കിൽ മുദ്രപത്രമുണ്ട്, സർക്കാരിൻ്റെ പത്രം. ആ പത്രം വാങ്ങിച്ചിട്ട് പ്രമാണം എഴുതുക എന്ന് പറയും. അതിനകത്ത് വിലയാധാരം എഴുതുക എന്നുള്ളതാണ്, വിലയാധാരം എഴുതുക. അപ്പോൾ അതിനകത്ത് വിശദീകരിച്ച് എഴുതിയിരിക്കും എന്താണ് അവകാശം ഇദ്ദേഹത്തിന്, ഇതിന്മേലുള്ള അവകാശം എന്താണ്, ആരുടേതായിരുന്നു, ഇപ്പോൾ ആർക്കാണ് ലഭിച്ചിരിക്കുന്നതായ മുദ്രപത്രത്തിന്മേൽ എഴുതി രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ആ പ്രമാണം എന്തായിത്തീരുന്നത്, ആ ഭവനം അവരുടെ
നമ്മുടേതായി തീരുന്നത്. അതാണ് 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന മുദ്രപത്രം കണ്ടു. അതിന്റെ അകത്തും പുറത്തും എഴുത്തുണ്ട്. അപ്പൊ എഴുത്തെന്താണെന്ന് നമ്മൾ എഴുതിയിട്ടില്ല. എന്തൊക്കെ എഴുത്തെന്നുള്ള വിവരം ആ യോഹന്നാൻ അത് എഴുതിയിട്ടില്ല. യോഹന്നാൻ അതിനെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. ആ കാര്യത്തെക്കുറിച്ച് എസെക്കേൽ 2-ാം അധ്യായത്തിന്റെ എടുക്കേണ്ട 9-10 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. പ്രൈസറോട് എന്താണെന്നറിയാവോ? ഒരു മുദ്രപത്രം ഒന്ന് എടുക്കാവോ? എസെക്കേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 9-10 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. പ്രൈസറോ 9-10 വാക്യം പ്രൈസറോ വായിക്കാവോ? പ്രൈസറോ പെട്ടെന്ന് സമയം ലാഭിക്കണം, പെട്ടെന്ന് വായിക്കണം ദയവായി. പ്രൈസറോ എസെക്കേൽ പ്രവചനം പുസ്തകത്തോട് ഇരിക്കുന്നത് ഞാൻ കണ്ടു, വിടർത്തി. അതിന്റെ അകത്തും പുറത്തും എഴുത്തുണ്ടായിരുന്നു. വിലാപങ്ങളും സങ്കടവും കഷ്ടവും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിലെഴുതിയത് ഇതാ എഴുത്ത് കേട്ടോ. മുദ്ര പത്രത്തിനകത്ത് പ്രമാണത്തിനകത്തുള്ള എഴുത്ത് എന്താണെന്നറിയാവോ? മനുഷ്യജാതിയെ മുഴുവനും പാപത്തിന്റെ അന്ധകാരത്തിലായി കിടക്കുകയാണ്. എല്ലാവരും രോഗികളും ശാപം പിടിച്ചു വരും. വിലാപങ്ങളും സങ്കടവും ദുഃഖവുമാണ് അവരുടെ കാര്യം. കഷ്ടമായ കാര്യമാണ് അവരുടെ ഭാവി കാര്യങ്ങൾ ഇത് ഓർത്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൽ നിന്ന് വിടുവിക്കുവാൻ ആരെയും കണ്ടില്ലല്ലോ എന്ന് ഓർത്താണ് യോഹന്നാൻ, അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ, പ്രവാചകനായിരിക്കുന്ന യോഹന്നാൻ അവിടെ കിടന്ന് കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിടെ കിടന്ന് കരഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ കിടന്ന് കരഞ്ഞപ്പോഴാണ് പ്രൈസ് ദി ലോർഡ് ഒരു ദൂതൻ വന്ന് പറയുകയാണ്, കരയേണ്ട യോഹന്നാനെ, ദാവീദിന്റെ ഗോത്രത്തിലെ സിംഹമായ ഒരു യേശു കർത്താവ് അവൻ കുഞ്ഞാടായി അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അവൻ പുസ്തകം വാങ്ങുവാനും അത് എഴുതുവാനും അത് വായിക്കുവാനും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനും അതിൽ നിന്ന് വിടുവിക്കുവാനും അവൻ പ്രാപ്തി പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ കഷ്ടം മാറ്റുവാൻ നമ്മുടെ കർത്താവ് കഷ്ടപ്പെട്ടു. നമ്മുടെ ദുഃഖം മാറ്റുവാൻ നമ്മുടെ കർത്താവ് കരയുവാനിടയായി. നമ്മുടെ കണ്ണുനീര് മാറ്റുവാൻ അവൻ കരഞ്ഞു. പരിശോധോ നമ്മുടെ ശാപം മാറ്റുവാൻ അവൻ ശാപഗ്രസ്തനായി തീർന്നു. നമ്മുടെ രോഗം മാറ്റുവാൻ അവന്റെ ശരീരം മാറത്ത് ഉഴവുചാലുകളെ പോലെ കീറുവാനിടയായി തീർന്നു. നാം തല താഴ്ത്തേണ്ട സ്ഥലങ്ങളിൽ തല താഴ്ത്താതിരിക്കാൻ വേണ്ടി എന്റെ കർത്താവ് തല താഴ്ത്തുവാനിടയായി തീർന്നു. നാം നിന്ദിതരാകാതിരിക്കുവാൻ വേണ്ടി അവന്റെ മുഖത്ത് അവർ തുപ്പി അവൻ നിന്ദിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. നാം രോഗികളാകാതിരിക്കുവാൻ വേണ്ടി എന്റെ യേശു കർത്താവിന്റെ പുറം ഉഴവുചാലുകളെ പോലെ നീളത്തിൽ കയറി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവങ്ങളെ, നിങ്ങളിനി ശാപത്തിന് കീഴിൽ ഇരിക്കുവാനല്ല, നിങ്ങളിനി രോഗത്തിന് കീഴിൽ ഇരിക്കുവാനല്ല, നിങ്ങളിനി സങ്കടത്തിന് കീഴിൽ ഇരിക്കുവാനല്ല, നിങ്ങളിനി ദുഃഖത്തിന് കീഴിൽ ഇരിക്കുവാനല്ല, നിങ്ങളിനി നിന്നൊക്കെ കീഴിൽ ഇരിക്കുവാനല്ല, നിങ്ങൾ അസമാധാനത്തിന് കീഴിൽ ഇരിക്കുവാനല്ല. എന്റെ കർത്താവ് ആ മുദ്രപത്രം വാങ്ങി ആ ശാപങ്ങളെല്ലാം സ്വയം ഏറ്റെടുത്ത് നമ്മളിനി എന്തായി തീരാണെന്നറിയാമോ? സ്വതന്ത്രമായി തീരുവാൻ എന്റെ കർത്താവ് ശാപമായി തീർന്നു. ശാപമായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി എത്ര പേര് അത് വിശ്വസിക്കുന്നു? കരമടിച്ചൊന്ന് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെടട്ടെ. ഇതുവരെയും ആ ശാപത്തിന്റെ കീഴിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി മോചനം പ്രാപിക്കട്ടെ. ശാപത്തിന് കീഴിൽ ആരെങ്കിലും, ബന്ധനത്തിന് കീഴിൽ പിശാചേ നമുക്ക് വായിക്കുന്നു, നമുക്ക് എതിരും പ്രതികൂലമായിരുന്ന കൈ എഴുത്തവൻ മായ്ച്ചു കളഞ്ഞു. കുരിശിൽ അവൻ തറച്ച ശേഷമായി അവന്റെ ആയുധം വാങ്ങിച്ച് അവനെ പരസ്യമായി കാഴ്ചയാക്കി അവനവൻ ദൈവോത്സവം കൊണ്ടാടി എന്ന് നമ്മൾ ദൈവത്തിൽ വായിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവവേദനയിലെ നീ ശാപത്തിന്റെ കീഴിൽ ഇരിക്കാൻ പാടില്ല, നീ രോഗത്തിന്റെ കീഴിൽ ഇരിക്കാൻ പാടില്ല, നീ സങ്കടത്തിന്റെ കീഴിൽ ഇരിക്കാൻ പാടില്ല, നീ ദുഃഖത്തിന്റെ കീഴിൽ ഇരിക്കാൻ പാടില്ല, നീ നിന്നയുടെ കീഴിൽ ഇരിക്കാൻ പാടില്ല. നിന്റെ കർത്താവ് നിന്ദിക്കപ്പെട്ടത് അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എന്റെ കർത്താവിന്റെ മുഖം ലജ്ജിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നിന്നെ ലജ്ജയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണ്. എന്റെ കർത്താവ് പുരുഷത്വം കാണിപ്പീൻ, പക്വതയുള്ളവരായിരിക്കും, ആത്മീയ കാര്യങ്ങളിൽ പക്വതയുള്ളവരും പുരുഷത്വമുള്ളവരായിരിക്കാൻ ഇന്ന് രാത്രി നിങ്ങളോട് ദൈവവചനം പറയുകയാണ്. കർത്താവിന്റെ ഞാൻ മുന്നോട്ട് പോകാൻ സമയം വളരെ പോയതുകൊണ്ട് മുന്നോട്ട് കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞ് പെട്ടെന്ന് ഇരിക്കാനായി. ഇതിപ്പോ സഭ കാലയളവാണ്. 2016 വർഷമായി യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷമുള്ള വർഷം 2016 എന്ന കണക്കൂട്ടിലാണ്, സംഖ്യയിലാണ് നമ്മൾ നാളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഇത്തരം വർഷങ്ങളായി ഇന്ന് സഭ ഈ ഭൂമിയിലൂടെ സഭാ കാലയളവാണ്. ഈ കാലയളവ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ കാലം, യേശു 3.5 വർഷക്കാലം ശുശ്രൂഷ കാലയളവായിരുന്നെങ്കിൽ ഈ കാലയളവ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ കാലമല്ല, പരിശുദ്ധാത്മാവിന്റെ കാലമാണ്. ഏത് കാലമാണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ കാലം. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നതാണ്. ഇത് എന്ന് പോകുമെന്ന് ചോദിച്ചാൽ ഇപ്പോഴും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഇന്നും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. അപ്പം ഈ പിശാച്
നമ്മൾ അവനെ തടയുന്നത്, വഴിയിൽ വെച്ച് തടയുന്നവൻ, പിശാചിനെ തടയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവാണെന്ന് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ പിശാച് ഭാഗമായിട്ടും ചെറുതായിട്ടും ഒക്കെയാണ് വിശ്വാസികളെ അന്ന് അള്ളാനും മാന്താനും ഒക്കെ നിൽക്കുന്നത്. പൂർണ്ണമായിട്ടൊന്നും ഞാൻ കഴിയും. കാര്യം പരിശുദ്ധാത്മാവ് ഇന്ന് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ കാലയളവാണിത്. പരിശുദ്ധാത്മാവിന്റെ കാലയളവ് യേശുവിന്റെ കാലയളവിനെക്കാളും വ്യത്യസ്തമായ ഒരു കാലയളവാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. ഏത് പാപവും കർത്താവ് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് എതിരെയുള്ളതായ പാപവിധിയത്തില്ല, ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാം, പലരും പല ദൈവമക്കളും പലരും പരിശുദ്ധാത്മാവിന് എതിരായിട്ട് സംസാരിച്ചത് കൊണ്ട് പലരും ശാപത്തിന്റെ കീഴിലായി പോയത് എനിക്ക് അറിയാം. പരിശുദ്ധാത്മാവിനോട് യാതൊരു സംസാരിക്കുന്നതെന്ന് അനന്യാസിനോടും സഫേറയോടും അത് പത്രോസ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവിനോട് കള്ളം പറയരുത്, പരിശുദ്ധാത്മാവിനോട് വ്യാജം പറയരുത്, പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധാത്മ കാലയളവാകൊണ്ട് വളരെ കൃപായുഗമാണിത്. ഏത് തെറ്റ് ചെയ്താലും ഏത് പാപം ചെയ്താലും ക്ഷമിക്കൂ എന്നൊക്കെ പലരും പറയാറുണ്ടെങ്കിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് എന്നോട് ചെയ്യുന്ന തെറ്റുകൾ ചെറുതായാലും വലുതായാലും അത് എണ്ണപ്പെടുന്നതും കണക്കിൽപ്പെടുന്നതും ആകയാൽ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ വ്യാജം പറയുവാനോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആക്ഷേപിക്കുവാൻ ഇടയാകരുത്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് തുച്ഛീകരിക്കുവാൻ ഇടയാകരുത്. പരിശുദ്ധാത്മാവിന്റെ കാലയളവാണ് ഇത്, സഭാ കാലയളവ് എന്ന് പറയുന്നത്. ഇതിപ്പോ സമഭൂമിയിലുണ്ട്. ഈ കാലയളവിനെ കുറിച്ച് ദൈവത്തിലെ ഞാൻ മുന്നോട്ട് 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാനായിരിക്കും. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നത് റോമാലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സഭയുടെ അവസാന കാലയളവ് എന്ന് പറയുന്നത് അവസാനത്തെ വ്യക്തിയും കർത്താവിന്റെ ഒരു സംഖ്യയുണ്ട്. ദൈവത്തിന് ഒരു കാലയളവും ദൈവത്തിനൊരു സംഖ്യയുണ്ട്. ആ സംഖ്യ തീർന്നു കഴിയുമ്പോൾ ആകുന്നു സഭയാകുന്ന സൗധത്തെ ഇവിടെ നിന്ന് കർത്താവ് മാറ്റുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. സഭയാകുന്ന സൗധം, സഭയാകുന്ന ഈ കൊട്ടാരം, കെട്ടിടം, ഈ ഭവനം, ഈ വീട് ഇവിടെ നിന്ന് അവസാനത്തെ കല്ല്, അത് ആണിക്കല്ല് കയറ്റി കഴിയുമ്പോൾ എന്തുവാണെന്നറിയാം, അതാണ് സംഖ്യ. ദൈവത്തിൻ്റെ ഒരു കണക്കുണ്ട്. ഇത്ര ജനങ്ങൾ ദൈവത്തിൽ വായിക്കുന്നു. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ചിലർ കൂടെ മാനസാന്തരപ്പെടണം നിശ്ചയിച്ച് അവൻ ദീർഘക്ഷമ കാണിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നീ ദൈവസഭയുടെ അംഗമായിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവസഭയുടെ അംഗമാകണം. ഇതുവരെ നീ കർത്താവിന്റെ രക്ഷകനായി സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ന് നിന്നെ ആയിരിക്കും കർത്താവ് ഇന്ന് നോക്കുന്നത്. അവസാന കല്ല് ഒരു പക്ഷേ നീ ആയിരിക്കും ഒരു പക്ഷേ കർത്താവ് വരുന്നതിന് തടസ്സം നിൽക്കുന്നത്. അവസാനത്തെ വ്യക്തി കൂടെ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ മാത്രമേ എന്ത് തന്നത് അറിയാവോ, സഭ വീടുന്നു മാറ്റപ്പെടുവാൻ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അങ്ങനെ ദൈവവചനത്തിൽ വായിക്കുന്ന കാവൽക്കാര ഒരിക്കല് പ്രവാചകൻ ഇങ്ങനെ പഴയ നിയമത്തില് ഈ പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുക, കാവൽക്കാര രാത്രി എന്തായി, സമയം എന്തായി, എന്തോ വരുമായി, സഭയുടെ അവസ്ഥ എന്തുവായി ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞിരിക്കുന്നത് പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രഭാതവും വന്നിരിക്കുന്നു, അത് മാത്രമല്ല പിന്നെ രാത്രിയും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുള്ളൂ. പ്രഭാതവും രാത്രിയും കൂടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പ്രഭാതം ഒരു കൂട്ടർക്ക് പ്രഭാതവും ഒരു കൂട്ടർക്ക് രാത്രിയുമാണ്. ആർക്കാണ് പ്രഭാതം എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ പ്രഭാതമാണ്. സമയമായിരിക്കുക, കാഹളം എടുക്കുവാൻ സമയമായിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അതാണ് നമ്മൾ ലോകത്തിൽ നമുക്ക് കാണുന്നത്, വിളിച്ചറിയിക്കുന്നത്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ കർത്താവ് വരാറായിരിക്കുകയാണ്. അതാണ് 4-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഇവിടേക്ക് കയറി വരിക എന്ന് ഒരു വലിയൊരു ശബ്ദം യോഹന്നാനോട് പറയുമ്പോൾ യോഹന്നാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് ദൈവസഭ, ദൈവദാസന്മാർ, പണ്ഡിതന്മാർ പറയുന്നത്. ദൈവസഭയെ ഇവിടെ നിന്നും ഭൂമിയിൽ നിന്നും മാറ്റുന്ന, വിളിച്ച് ചേർക്കുന്ന ഒരു ശബ്ദം കൂടെയാണ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടേക്ക് കയറി വരിക എന്നൊരു ശബ്ദം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നത്. ആരാണ് കർത്താവിന്റെ വരവിൽ പോകുന്നത്? ആ 2-3 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്ന് രാത്രിയിൽ ആ ഭാഗം അവസാനിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നതാണ്. ഒന്നാമത് പോകുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ആരാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പോകുന്നത്? ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാരും. വിശുദ്ധന്മാർ, ദൈവ ജനങ്ങൾ അഥവാ വിശുദ്ധിയിൽ ജീവിക്കുന്നവർ യേശുവിന്റെ രക്തത്തില് തന്റെ അങ്കി അലക്കി
പ്രൈസ് ദി ലോർഡ്. പാപത്തെ കഴുകിക്കളഞ്ഞ വിശുദ്ധന്മാരായിരിക്കും ഒന്നാമത്തെ പോത് ഉയർത്തെഴുന്നേൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ അതിനുശേഷം വായിക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പുനരുത്ഥാനം എന്ന് പറയുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു, പിന്നെ രണ്ടാമത് ഉയർത്തെഴുന്നേൽക്കുന്നത് ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം ഉയർത്തെഴുന്നേൽക്കുന്ന 3 നിലയിലാണ് ഉയർത്തെഴുന്നേൽപ്പ്. ഒന്ന് ആദ്യഫലമായി യേശു ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റത് വിളിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഉയർപ്പുണ്ട് എന്നുള്ളതാണ്. യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. മരിച്ചവരാണോ, മരിച്ച ശേഷമോ കർത്താവ് വരികയാണെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നമ്മൾ അവനോടുകൂടെ അവനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നാണ്. ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവിൽ മരിച്ചവരാകണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിച്ചിരുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കാൻ കഴിയുള്ളൂ. യേശു ക്രിസ്തുവിൽ മരിച്ചവർക്ക് മാത്രമേ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുള്ളൂ. എങ്കിൽ യേശു ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തുവിൽ മരിച്ചവർ. പിന്നെ അടുത്തത് ക്രിസ്തുവിനുള്ളവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിനുള്ളവർ, അത് നമുക്കാണ് ക്രിസ്തുവിനുള്ളവർ, യേശു ക്രിസ്തുവിൽ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധി. ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിനുള്ളവരായിട്ട് യേശു ക്രിസ്തുവിന്റെ വകയാണ് നമ്മൾ. യേശുവിന്റെ വരവാ, യേശു ക്രിസ്തുവിന്റെ വ്യക്തിയാണെന്ന് എങ്ങനെയാണ് നമ്മൾ അറിയുന്നതെന്ന് ചോദിച്ചാൽ യേശുവിന്റെ മുദ്ര നമ്മൾ കാണും. എന്തോ മുദ്രയാണെന്ന് അറിയാവോ? യേശുവിന്റെ രക്തത്താലുള്ള മുദ്രയും പരിശുദ്ധാത്മാവിലുള്ള മുദ്രയും. ഹല്ലേലൂയ. ആ മുദ്ര ഉള്ളവർക്ക് എന്താണെന്ന് അറിയാവോ? അതാണ് ദൈവ പൈതലാണോ ദൈവ പൈതലല്ലോ എന്ന് തിരിച്ചറിയുന്നത് യേശുവിന്റെ രക്തത്താലുള്ള മുദ്രയാണ്. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന് മുദ്രയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിനക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിയും. നമ്മുടെ കേരളത്തിൽ എനിക്കറിയാം, പണ്ട് കാലങ്ങളിലൊക്കെ ഞങ്ങളുടെ നാട് ഏറിയ വനപ്രദേശത്ത് ചേർന്നതായതുകൊണ്ട് വനത്തിലുള്ളതായ വലിയ വിലയുള്ളതായ ഈട്ടിയും തേക്കുകളൊക്കെ മുറിച്ച് അവിടെ റോഡിലിട്ടേക്കും. റോഡിലിട്ട് കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്യുന്നറിയാം? മുദ്രയടിക്കും. ഫോറസ്റ്റിന്റെ ഒരു മുദ്ര അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യർക്ക് തൊടാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അവകാശിയാണിത്. അതിന് അവർക്ക് അവകാശപ്പെട്ടതാണ്. നമുക്കത് എടുക്കുവാനുള്ളത് യാതൊരു അവകാശമില്ലെന്നുള്ളതാണ്. അതേപോലെയാണ് പരിശുദ്ധാത്മാവിനാണ് നമ്മുടെ മുദ്രയിട്ടിരിക്കുന്നത്. പിശാചേ, നിനക്ക് തൊടുവാൻ കഴിയില്ല. നിന്റേതല്ല, ഇത് ആരുടേതാണ്? യേശുവിന്റെ വകയാണ്. പിശാചേ പോ, യേശുവിന്റെ നാമത്തിന്. ഇവൻ ദൈവത്തിന്റെ പൈതലാണ്, ഇവൻ ദൈവമകനാണ്. പിശാചിനെ ഇതിന്മേൽ തൊടുവാൻ ഒരവകാശവുമില്ല. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, രക്തം അവർക്ക് അടയാളമാണ്. ഓ സമുദായം, രക്തം അടയാളമുള്ള ഭവനത്തെ വിട്ട് ഒഴിഞ്ഞു പോകുന്നത് പോലെ പിശാചിന് ഏറ്റവും ഭയമാണ് രക്തം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ സഭയില് യേശുവിന്റെ രക്തത്തിൽ കുറിച്ച് പറയുമ്പോൾ ചില പിശാച് പിടിച്ചവരൊക്കെ വന്നിരിക്കും, പുതിയതായിട്ട് വന്നിരിക്കും. അത് കേൾക്കുമ്പോൾ എങ്ങനെ ഒരു അടി അടിക്കും, ഒറ്റ അടിയാ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റത്തില്ല പിശാചിന്. രക്തം എന്ന് പറയുമ്പോൾ പിശാചിന് പരാജയം. രക്തം ജയം. അതാണ്, രക്തത്താലാണ് നമുക്ക് ജയമുള്ളത്. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിൽ നമുക്ക് ജയമുണ്ട്. പിശാചിനെ ജയിക്കുന്നത് ഏതാണെന്ന് അറിയാമോ? വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, യേശുവിന്റെ രക്തം ഹേതുവായി പിശാചിനെ അവർ ജയിച്ചു. പിശാചിനെ അവർ ജയിച്ചത് യേശുവിന്റെ രക്തത്താലാണ്. രക്തം അടയാളമായിരിക്കുന്നിടത്തോളം കാലം നിന്റെ ഭവനത്തിന് രക്തം അടയാളമായിരിക്കുന്നിടത്തോളം കാലം ഒരു ശാപവും ഒരു പിശാചിനോ അടുക്കുവാൻ കഴിയില്ല. ഒരു അടുക്കയില്ല. ഒരു ശക്തി ഇതിനെ തൊടുവാൻ കഴിയില്ല. കാര്യം യേശുവിന്റെ രക്തത്തിൽ നീ മുദ്ര ചെയ്തിട്ടിരിക്കുകയാണ്. നീ അവകാശത്തിന്റെ അവകാശം യേശുവിനോട് പറയുന്നു. പിശാചിനെ നിനക്കൊരു അവകാശമില്ല. യേശു വില കൊടുത്ത് വാങ്ങിച്ചതാ. അതാ പ്രത്യേകത. വില കൊടുത്ത് വാങ്ങിച്ചതിന് അവകാശം ആർക്കാ? വില കൊടുത്തവനാ. ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ സഭയിൽ ഞാൻ പറയാറുള്ളത്, ഞാനല്ല ഇതിന്റെ ഉടമസ്ഥൻ. ഈ സഭയുടെ അധികാരി ഞാനല്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വില കൊടുത്തിട്ടില്ല. ഞാൻ രക്തം നിന്നിട്ടില്ല. ഞാൻ കുരിശി കയറിയിട്ടില്ല. ഞാൻ ത്യാഗം സഹിച്ചിട്ടില്ല. എൻ്റെ യേശു കർത്താവ് ഇതിന്റെ ഉടമസ്ഥൻ. നമ്മുടെ സഭയുടെ ഉടമസ്ഥൻ ആരാണെന്ന് അറിയാമോ? ഒരു പാസ്റ്ററല്ല, ഒരു സംഘടനയല്ല, ഒരു സ്ഥാപനമല്ല. ഇതിന്റെ അവകാശി ആരെന്നോ? യഥാർത്ഥ അവകാശി യേശു കർത്താവാണ്. യേശു കർത്താവ് നമ്മുടെ
നമ്മുടെ അവകാശിയാണ്. അവനാണ് വില മുടക്കിയത്. അവനാണ് എന്തോ വിലയാ കൊടുത്തത്. വെള്ളിയോ പൊന്നോ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളൊന്നും അല്ല. നിർദോഷവും നിഷ്കളവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. വില കുറഞ്ഞതല്ല, നമ്മള് വിലയുള്ളതാണ്. വിലയേറിയ രക്തമാകയാ നമ്മൾ വിലയില്ലാത്തവരല്ല, വിലയുള്ളവരാണ്. പൊന്നിനോ വെള്ളിക്കോ ഇതിനു വേറെ വില മതിക്കുവാൻ കഴിയാത്ത നിലയിൽ വിലയുള്ള രക്തമാണ് നമ്മുടെ കർത്താവ്. ഓ, നമുക്ക് വേണ്ടി ഊറ്റി തന്നെങ്കിൽ ദൈവവേദനെ നിങ്ങൾ വിലയില്ലാത്തവരല്ല, ദൈവത്തിന് വിലപ്പെട്ടവരാണ് നിങ്ങൾ. നാം ഓരോരുത്തരും ദൈവത്തിന് വിലയില്ലാത്തവരല്ല, വിലയുള്ളവരാണ്. മുദ്ര ചെയ്തിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് രാത്രി ഒന്ന് എഴുന്നേറ്റിരിക്കാവോ? നമുക്ക് ഇന്ന് രാത്രി നമുക്ക് പാടി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് വന്ന് ഇന്ന് രാത്രി പിശാചിന്റെ മേൽ നമുക്ക് ജയം. എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ കണ്ണുകളും അടച്ച് ഇന്ന് രാത്രി പരിസരമോ ഹല്ലേലൂയ ഒരു അത്ഭുതത്തിന്റെ കരം നമ്മുടെ മേൽ നീട്ടാൻ പോവുകയാണ്. പരിസരമോ ഹല്ലേലൂയ യേശുവിന്റെ രക്തത്തിൽ ജയമെടുക്കുകയാണ്. കർത്താവേ പരിസരമോ ഹല്ലേലൂയ. നമുക്കൊരു പാട്ടിന്റെ അടികളിൽ നമ്മൾ പാടുമ്പോൾ ഇന്ന് രാത്രി എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുമ്പോൾ ഇന്ന് രാത്രി ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ അഴിഞ്ഞു മാറും. കെട്ടുകളുണ്ട് പൊട്ടാൻ പോവുകയാണ്. അന്ധകാര ശക്തികളൊക്കെ മാറാൻ പോവുകയാണ്. ഇന്ന് രാത്രി എന്നാൽ ഇരുളിന്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടുമാറാൻ ഇന്ന് രാത്രി ദൈവങ്ങളുടെ ആരാധന ഇടയാവും. യേശുവിന്റെ രക്തത്തിൽ ഇന്ന് രാത്രി ഒന്ന് ആശ്രയിച്ചോ. പിശാച് ഇന്ന് രാത്രി പരാജയപ്പെടും. രക്തം എന്ന് പറയുമ്പോൾ പിശാചിന് പരാജയമാണ്. രക്തം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പിശാചിന് പരാജയമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ദൈവത്തിന് വേണ്ടപ്പെട്ടവളാണ്, നീ ദൈവത്തിന് വേണ്ടപ്പെട്ടവരാണ്. ആകയാൽ പ്രൈസ് ദി ലോർഡ്, എല്ലാ കണ്ണുകളും അടച്ച് ശക്തിയോടെ ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. കരങ്ങൾ അടിക്കുന്ന കർത്താവിനെ ശ്രദ്ധിച്ച് അന്യഭാഷ അന്യഭാഷയിൽ ആരാധിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവർ അഭിഷേകത്താൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിറഞ്ഞ കർത്താവിനെ ശ്രദ്ധിച്ച് എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. നമ്മുടെ കൈകളെ കെട്ട് പൊട്ടുമ്പോൾ കൈയടിക്കുമ്പോൾ കൈകളെ കെട്ടുകൾ പൊട്ടും. കൈയടിക്കുമ്പോൾ അപ്പോൾ നാവിന്റെ കെട്ടുകൾ പൊട്ടും. നാവിൽ ദൈവത്തെ ശ്രദ്ധിക്കുമ്പോൾ നാവിന്റെ കെട്ടുകൾ പൊട്ടും. ശരീരത്തിന്റെ ബന്ധങ്ങൾ അഴിഞ്ഞു. ഇന്ന് രാത്രി പിശാചിന്റെ പരാജയ ദിനമാണ്. പിശാച് ജയിക്കുവാനുള്ളതല്ല, പിശാച് പരാജയപ്പെട്ട് രോഗികളാണെങ്കിൽ ഇന്ന് രാത്രി കാരണം അടിച്ച് കർത്താവിനെ ശ്രദ്ധിച്ചോ. ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിച്ചോ. പരിശുദ്ധാത്മാവ് ഇരിക്കേണ്ടതായ ഈ ആത്മാവ് ഇരിക്കേണ്ട മന്ദിരത്തിൽ രോഗമേ നിനക്ക് നിൽക്കാൻ സ്ഥാനമല്ല. പരിശുദ്ധാത്മാവ് ഇരിക്കേണ്ടതാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്ന അറിയുന്നില്ലയോ? യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗത്തെ ഞാൻ ശാസിക്കുകയാണ്. ഇന്ന് രാത്രി വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. പൂർണ്ണ കർത്താവ് കൽപ്പിക്കണമേ യേശുവിന്റെ നാമത്തിൽ. പിശാചേ നീ കേട്ടോ, ഇന്ന് രാത്രി ദൈവജനങ്ങളാണത്. യേശുവിന്റെ രക്തത്തിൽ വിടുതൽ പ്രാപിച്ചവരാണ്. യേശുവിന്റെ രക്തത്തിൽ അവർ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞവരാണ്, പാപങ്ങൾ കൈ കളഞ്ഞവരാണ്. യേശുവിന്റെ രക്തത്തിൽ മുദ്ര ചെയ്യപ്പെട്ടവരാണ്. പിശാചേ ഇന്ന് രാത്രി നീ കേട്ടോ, എല്ലാ രോഗാനുഭവവും പുറത്തു വരട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ, എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. ഇന്ന് രാത്രി എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു? അവർക്കെല്ലാം ഇന്ന് രാത്രി വിടുതലുണ്ടാകുകയാണ് യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ രോഗികളായിരിക്കുന്നവർ വിശ്വസിച്ച് കരമടിച്ചോ. രോഗികളായിരിക്കുന്നവർ വിശ്വസിച്ച് കരമടിച്ചോ. കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ. ഇന്ന് രാത്രി പുറത്തു വരട്ടെ. ദുരാത്മ ശക്തികൾ പുറത്തു വരട്ടെ. രോഗാത്മാക്കൾ പുറത്തു വരട്ടെ. ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. കർത്താവേ യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗത്തെയും ഇന്ന് രാത്രി ഞാൻ ശാസിക്കുകയാണ്. ദൈവത്തിൽ വായിക്കുന്നു, രോഗങ്ങൾ നിങ്ങളുടെ നീക്കിക്കളയും. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വരുമ്പോൾ രോഗങ്ങൾ നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകും. ഹല്ലേലൂയ. അടിപ്പിണലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ. നിന്റെ ഭവനത്തെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ, നിന്റെ ഭവനത്തെ കെട്ടിടത്തിലുള്ള കെട്ടുകൾ ഇന്ന് രാത്രി അടിഞ്ഞു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തമാണ് പിശാചിനെ ജയിക്കുവാൻ കഴിയുന്നു. പിശാചിനെ ജയിക്കുവാൻ കഴിയുന്നത് യേശുവിന്റെ രക്തമാണ്. നാം ഈ ശാപത്തിന് വേണ്ടി ഇരിക്കേണ്ടവരല്ല, നാം ഇന്ന് രോഗത്തിന് വേണ്ടി ഇരിക്കേണ്ടവരല്ല. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്, കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തരുന്നത്. നമ്മുടെ ദുഃഖം മാറ്റുവാനാണ് നാം ദുഃഖപ്പെട്ടത്. നമ്മുടെ തല ഉയർത്തി നിൽക്കുവാനാണ് അവന്റെ തല താഴ്ത്തപ്പെടുവാൻ തീരുന്നത്. നാം രോഗിയായിരിക്കാൻ വേണ്ടിയല്ല, വിലപിച്ചിരിക്കുവാൻ വേണ്ടിയല്ല, കഷ്ടത്തിലിരിക്കുവാൻ വേണ്ടിയല്ല, കണ്ണുനീരിരിക്കുവാൻ വേണ്ടിയല്ല, ദുഃഖത്തിലിരിക്കാൻ വേണ്ടിയല്ല. നമ്മുടെ കർത്താവ് കരഞ്ഞത്, ദൂഷണം കടന്ന് നിലവിളിച്ചത് നമ്മുടെ നിലവിളിക്കാൻ വേണ്ടിയല്ല, നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. കർത്താവേ എല്ലാ ശാപദോഷങ്ങളും മാറട്ടെ, എല്ലാ ബന്ധങ്ങളും അഴിഞ്ഞു മാറട്ടെ, എല്ലാ രോഗത്തെ യേശുവിന്റെ നാമത്തിൽ, എല്ലാ രോഗാത്മാവും പുറത്തു പോകും യേശുവിന്റെ നാമത്തിൽ. ശരീരത്തെ അലട്ടുന്ന എല്ലാ രോഗത്തെയും യേശുവിന്റെ നാമത്തിൽ അവയെ ഞാൻ ബന്ധിക്കുകയാണ്. പുറത്തു വാ യേശുവിന്റെ നാമത്തിൽ. രോഗാത്മ ശക്തികൾ എല്ലാം പുറത്തു വരട്ടെ. പൂർണ്ണപ്പെടുന്നതിനകത്ത് കൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സൗഖ്യമുണ്ട്, ആരാധനയിൽ ശക്തിയായിരിക്കും, ആരാധനയിൽ വിടുതലുണ്ട്, അനുഗ്രഹമുണ്ട്. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ച് ശക്തിയോടെ നമുക്ക് പാടി ഒന്ന് ആത്മാവിൽ നിറഞ്ഞൊന്ന് ആരാധിക്കാം.
Praise the Lord. Hallelujah. ഫ്യൂച്ചർ ഭാവി കാര്യം പ്രവചനത്തെക്കുറിച്ച് സംസാരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരുവാൻ സഹായിക്കണം. നാളത്തെ വിഷയം വലിയ വിഷയമാണ്. അത് ഗ്രഹിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി കടന്നു വരാനും കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം കേട്ടതുപോലെ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഈ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അത് കേൾക്കുന്നവർക്കും അത് വായിച്ച് കേൾപ്പിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും അത് അനുഷ്ഠിക്കുന്നവർക്കും അനുഗ്രഹം ഒരുപോലെ വരുമെന്നുള്ളതായിരിക്കുന്ന വചനപ്രകാരം ഇത് വായിച്ച് കേൾപ്പിക്കുവാൻ കൊണ്ട് കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രി അഭിഷേകം ചെയ്ത് നമുക്ക് നിർത്തി നമ്മുടെ ഭാവി ഹല്ലേലൂയ ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുന്നു. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ശത്രുവായവൻ ഹല്ലേലൂയ ഹല്ലേലൂയ ശാപത്തിന്റെ കീഴിൽ നമ്മെ ആക്കിയിരുന്നെങ്കിൽ ഹല്ലേലൂയ ഇന്ന് നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ. ഓ വിശുദ്ധ യോഹന്നാനിൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് നമുക്ക് തന്നതിന്റെ ഫലമായി ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം പറയുവാൻ സന്തോഷിക്കാൻ ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മെ ബലപ്പെടുത്തുവാൻ നമുക്ക് അവന്റെ ദാസൻ അഭിഷേകം ചെയ്യപ്പെട്ട ദൂത് ഇന്ന് രാത്രി നമ്മോട് സംസാരിച്ചത് ഈ സ്ഥലം ഒരുക്കി തന്ന
മോനി മാത്യു പാസ്റ്ററിനോടും ഈ ഫസ്റ്റ് ചർച്ച് ബോർഡിനോടുള്ള നന്ദി നമുക്ക് രേഖപ്പെടുത്താം. കർത്താവിന്റെ ദാസനെ പ്രവർത്തനങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യുമെന്ന് വിചാരിച്ചെങ്കിലും ദൈവം തക്ക സമയത്ത് ഈ മീറ്റിംഗ് നമുക്ക് വേണ്ടി ക്രമീകരിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാവരെയും പിന്നെ ഓർത്ത് പ്രാർത്ഥിക്കാം. നാളെ നടക്കുന്ന മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയൊരു ദാസൻ പാസ്റ്റർ മോനി മാത്യു പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമ്മൾ പറഞ്ഞു വിടുന്നത്. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലവനും വിശ്വസനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രി സമയത്തിനായി വീണ്ടും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, അടിയങ്ങൾക്ക് അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരുവാന്, നിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ അവിടെ ഇടയാക്കിയല്ലോ, അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി ഉയരത്തിൽ നിന്നും ജീവിക്കുന്ന ഒരു നല്ല നാഥനുള്ളതിനെ ഓർത്ത് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു. അത് മാത്രമല്ല കർത്താവേ, നീ അത്രയും വേഗം മടങ്ങി വന്ന് ഞങ്ങളെ ചേർക്കുന്ന സുദിനം ഞങ്ങളുടെ മുൻപിലുള്ളതിനെ ഓർത്ത് ഹല്ലേലൂയ ഞങ്ങളുടെ പ്രത്യാശയെ രാത്രികാലം ഒന്നുകൂടെ പുതുക്കുവാന് സ്വർഗ്ഗമേ അവിടുന്ന് ഇടയാക്കിക്കൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നീ മേഘാരൂഢനായി വരുവാൻ പോകുന്നതിനാല് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തിയാണ് കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ ധൈര്യത്തോടെ പ്രത്യാശയോടെ ആകാംക്ഷയോടെ നിന്റെ വരവിന് വേണ്ടി കാത്ത് മുന്നേറുവാൻ ഈ ദിവസങ്ങൾ ഇടയാക്കിക്കൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരിപ്രയാണ യാത്രയിൽ പലപ്പോഴും ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും പ്രൈസലോടെ ഞങ്ങൾ തളർന്നു പോകാതെ വീണു പോകാതെ ഓരോ ദിവസവും അടിയങ്ങളെ കരം പിടിച്ച് നടത്തുന്ന അങ്ങയുടെ വിശ്വസ്തൽക്കായി വീണ്ടും ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രൈസലോടെ നീ എത്ര നല്ലവൻ, നീ എത്ര മതിയാവനെന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ഗ്രഹിച്ചറിവാനിടയായല്ലോ. ഒരു കാലത്ത് നിന്റെ സന്നിൽ കടന്നു വരുവാൻ യോഗ്യരല്ലായിരുന്നു ഞങ്ങളെ കാലാകാലങ്ങളായി വിളിച്ചു വേർതിരിച്ച് ഹല്ലേലൂയ സ്വർഗീയ പൗരന്മാരാക്കി തീർത്ത നിന്റെ വൻകൃപകളെ ഓർത്ത് വീണ്ടും ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. നിന്നോട് പറ്റിച്ചേർന്ന് ജീവിച്ച കർത്താവേ, അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിപ്പാന് നിങ്ങൾക്ക് ഏവർക്കും തുറന്നു വിടയാക്കണമേ. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവരെയും തുറന്നും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് സ്പോൺസർ ചെയ്ത സഭയെ ദാസനെയും അനുഗ്രഹിക്കുമാറാകണമേ. പ്രത്യാലിന്ന് കടന്നു വന്ന് വചനം ശ്രമിച്ച് ഞങ്ങളുടെ വൃദ്ധരെ തുടർന്ന് നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ അനുഗ്രഹീതമായ ആലോചന പറയുവാന് നിന്റെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചതിനെ ഓർത്ത് വേണ്ടി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നാളെ നടക്കുന്ന മീറ്റിംഗ് അനുഗ്രഹമായി തീരുവാനിടയാക്കണമേ. ഹല്ലേലൂയ. നിന്റെ കൃപ ഈ ദിവസങ്ങൾ കൂടുതലായി രുചിച്ചറിവാന് ഞങ്ങളുടെ അരുമനാഥന് വേണ്ടി കൂടുതൽ പ്രയോജനമുള്ളവരായി മുന്നേറുവാന് നിങ്ങൾക്ക് ഏവർക്കും ഇടയാക്കിക്കൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുൻപിൽ കാലം ഇനിയും അധികമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവേ, ഞങ്ങൾ ഒരുക്കത്തോടെ ഉണർവോടെ പ്രത്യാശയോടെ മുന്നേറുവാന് സ്വർഗ്ഗമേ അവിടുന്ന് സഹായിച്ചോളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാകിയാല്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാകിയാല്, അന്ത്യത്തോളം ഞങ്ങളോട് കൂടെ ഇരിക്കാന്ന് വാക്ക് പറഞ്ഞവനാകിയാല്, നിന്നോട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ വേണ്ട സ്വർഗീയ കൃപ തുടർന്ന് പറഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് വീണ്ടും ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ മടങ്ങി പോകുമ്പോൾ യാത്രയിൽ തിരുസാന്നിധ്യം ഉണ്ടായിരിക്കണമേ. കൃപയിലേവരെയും പൊതിയണമേ. പ്രത്യാലിവിടെ എടുക്കപ്പെട്ട ഓഫറിങ്ങിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതിലെ കരങ്ങൾ എന്നിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തങ്ങളുടെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് ഇടയാക്കിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അമർത്തി കുലുക്കി കവിയുന്ന നല്ല ഒരളവ് ഞങ്ങളുടെ മടിയിലിട്ട് തരുന്ന ഒരു നല്ല നാഥൻ ഇന്നും കൂടെയുള്ളതിനെ ഓർത്ത് സ്തോത്രം ചെയ്ത് കർത്താവേ, ഹല്ലേലൂയ. നിന്റെ കൃപ തുടർന്നും ചോദിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറുവാനടികൾക്ക് ഏവർക്കും ഇടയാക്കിക്കാട്ടെ. കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ തുടർന്നും മറിക്കണമേ. വരവിനായി ഒരുക്കണമേ. പ്രാർത്ഥന അവിടുന്ന് കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാപുത്ര പരിശുദ്ധാത്മാവുന്ന ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും പ്രത്യാലിന്ന് വചനം സൂക്ഷിച്ച കർത്താവിന്റെ ദാസനോടും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഭൂലോകമുള്ള സകല വിശുദ്ധന്മാരോടും ഇന്ന് മുതൽ എന്നേക്കും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ നമുക്ക് വേറെ ശരീരം കിട്ടും. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർത്തുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ് ഉയർത്തും. പ്രൈസ് ദി ലോർഡ്.
ഈ ദ്രവത്വമുള്ളതേ അദ്രവത്വത്തെയും മർത്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവൃത്തിയാകും. മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ള മരണത്തിന്റെ വിഷമുള്ള പാപത്തിന് ശക്തിയോ ന്യായ പ്രമാണം. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവ് വ്യർത്ഥമല്ല നിറഞ്ഞ് കർത്താവിന്റെ പേരിൽ വർദ്ധിച്ചു വരണം. നമുക്ക് വേറൊരു ശരീരം കിട്ടും. അപ്പൊ ഈ ഞാൻ വിഷയത്തിൽ വരാൻ, വലിയ ആർഭാടവും പൂർത്തടിയല്ല മിസ്രയീമിന്റെയാണ്. യാക്കോബും മിസ്രയീമിൽ വെച്ച് മരിച്ചു. അവനെ സുഗന്ധവർഗ്ഗങ്ങൾ കൂട്ടി എല്ലാം ക്രമപ്പെടുത്തിയിട്ട് മിസ്രയീമിൽ നിന്ന് മക്പേലായിലോട്ട് കൊണ്ടുപോകും. ഭയങ്കര ആഘോഷ കമ്മിറ്റിയിലാണ് കൊണ്ടുപോയത്. ആട്ടക്കാരും ഊത്തുകാരും വിലാപക്കാരും ഭയങ്കര മിസ്രയീമിലെ കോവിൽ അധികാരികൾ വരെ സകല ഓഫീസേഴ്സും വന്നു. ഭയങ്കര ഒരു വിലാപയാത്ര. അപ്പൊ ഈ വിലാപയാത്ര ഇങ്ങനെ രാജവിധി കൂടെ വന്ന് ഹേരൻ കപ്പൂക്കി വന്നപ്പോൾ അവിടുത്തുകാർ പറഞ്ഞു, അതൊരു വിലാപയാത്രയാണല്ലോ, അത് വലിയ വിലാപം കടിക്കുന്നത്. ഇത് കണ്ടിട്ട് മിസ്രയീമിലൂടെ വിലാപയാത്ര പോലെ. അപ്പൊ ഈ വലിയ ആർഭാടം തോതിലേക്ക് മിസ്രയീമിന്റെയാണ്. നമ്മളിൽ അത് വിട്ടേച്ച് വന്നെങ്കിലും അകത്ത് അത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടുത്തെ പണിയല്ല ഇവിടെ ഇപ്പൊ ഇറക്കിക്കൊണ്ടിരിക്കുക. മനസ്സിലായവർക്കായിട്ട് ദൈവത്തിന് മാറ്റി. കാരണം അത് വിട്ടേച്ച് നമ്മളിങ്ങോട്ട് ശരീരം കൊണ്ട് വിട്ടെന്നേ ഉള്ളു, ഹൃദയം കൊണ്ട് ഇപ്പോഴും അവിടെയൊക്കെ തന്നെ. ഞാനൊരു കാര്യം ഉപദേശം പുതിയ നിങ്ങൾക്ക് പറയാം, ആരടക്കുന്നോ എവിടെ അടക്കുന്നതല്ല, കുണപ്പെട്ട മരിക്കുന്നെങ്കിൽ കർത്താവ് വരുമ്പോ ഉയർക്കും. എവിടെ കടന്നാലും ഉയർക്കും. കുണപ്പെടാത്തവനെ ഇപ്പം പുൽപ്പീറ്റ അടി കൊണ്ട് പിടിച്ചിട്ടാലും ഉയർക്കും. മേഘപ്രത്യക്ഷതയെ വരത്തില്ല, പിന്നെ വരും കൊണ്ടുവരാം. കാരണം മരിച്ചവരാവാലവൃത്തം അന്ന് അപ്പനെ കൊണ്ടുവന്നോളും. അത് വരും, വരാതിരിക്കാനൊന്നും നോക്കത്തില്ല. പക്ഷെ കുണപ്പെട്ടവനെ എവിടെ അടക്കിയാലും അവൻ ഉയർത്തു വരും യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിൽ. അതെ, അപ്പോൾ ഈ ശരീരം കൊണ്ട് മിസ്രയീം ഇട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രയീം. ഒന്നാമത്തെ തെളിവ് മിസ്രയീമിൽ ചവക്കൂടിയിലായിട്ടാണോ ഞങ്ങള്. രണ്ടാമത്തെ തെളിവിൽ പറഞ്ഞു അവിടെ ഞങ്ങൾ ഇറച്ചിക്കലത്തിന്റെ അടുക്കലായിരുന്നു. 16:2 പായിൽ ഉറപ്പാണ്. 16:2 ആ മരുഭൂമിയിൽ എന്നൊരു പദമുണ്ടല്ലോ. ആ അങ്ങനെ ആ മരുഭൂമിയിൽ വെച്ച ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് അത് സീ മരുഭൂമിയില്ല. ആ മരുഭൂമിയിൽ വെച്ച് ഇവര് പിറുപെടുത്തു. ഇവര് പറഞ്ഞു ഞങ്ങൾ ഇറച്ചിക്കലത്തിന്റെ അതായത് പറ്റിയ അതാ പറ്റിയ കുഴപ്പം. ഇതിപ്പോ ശരിയല്ലായിരുന്നു. പിന്നെ ഇവര് പറഞ്ഞു ഞങ്ങൾ അവിടെ വെച്ച് തിന്നതല്ല. ഇവര് ലിസ്റ്റ് ഇട്ടു. 11-4 സംഖ്യ അവിടെ ഭക്ഷിച്ചതിന്റെ ലിസ്റ്റ് ഇട്ടു. അവിടെ 11-4 സംഖ്യ. എഴുത്തുമായി പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതിയൊക്കെ ദുരാഗ്രഹികളായി തീർന്ന് ഇസ്രായേൽ മക്കൾ ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിറ്റുള്ളി ഇതെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ വിശപ്പ് കൊണ്ട് പൊടിച്ചിരിക്കുന്നു. ഈ മന്നയല്ലാതെ ഒന്നും കാണാനില്ലെന്ന്. ഇതൊക്കെ ദൈവത്തിന് ഹിതമല്ലാത്ത സംസാരങ്ങളാ. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതിയ മിശ്രിതമാണ്, ഇടകലർന്നത്. ഇസ്രായേലാണോ അതുമല്ല മിസ്രയീമിലാണോ അതായത് സമ്മിശ്ര ജാതി. നല്ല പെന്തിക്കോസ് ആണോ അതുമല്ല എന്നാൽ സമുദായമാണോ അതായത് സമ്മിശ്ര ജാതി. ഇറങ്ങിയിട്ട് 2, 5, 8, 10, 20 കൊല്ലമായി ചൊവ്വനെ ജീവിക്കാൻ പറ്റിയോ അതുമില്ല. എന്നാൽ വൃത്തിയായിട്ടൊരു പാപം ചെയ്യാനത്തോ 2 നേരം കിടന്ന് ഇറങ്ങുക. സമ്മിശ്ര ജാതി. അപ്പൊ ഈ സമ്മിശ്ര ജാതി മുഴുവൻ ദുരാഗ്രഹികളായി. വായിച്ചേ. ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞു. അപ്പൊ കൂടെ കരയുന്നുണ്ട്. ഗുണം വരാനല്ല, നശിക്കാനേ കരയുന്നത്. ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് അമ്മേ വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം അവിടെ വെച്ചും കാശ് മുടക്കിയൊന്നും ചെയ്യുകയില്ല. ആ കാശ് മുടക്കണം. സ്തോത്രം. എല്ലാ തിങ്കളും ചൊവ്വായി ഇവിടെ വന്ന് വചനം കേൾക്കുക. പല ദൈവദാസന്മാർ ഇവിടെ അടുത്ത തിങ്കളാഴ്ച ആൾ കുറയും. ആളെ ഒപ്പിക്കാൻ പോവാ. അപ്പം ഈ ദൈവദാസൻ ഞങ്ങളെ പോലുള്ളവരെ വിളിച്ച് ഇപ്പൊ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടാണ് വിളിച്ചെന്ന് അല്ല,
ആ ദൈവത്തിന് നിയോഗം ദൈവം കൊടുത്തതാ. അപ്പൊ അങ്ങനെ നിങ്ങൾ ഫ്രീ ആയിട്ട് വചനം കേൾക്കുക. ആണോ? ഗലാത്യർ 6:6 എടുക്ക്. ഗലാത്യർ 6:6 അറിയാമല്ലോ. എന്നാ പിന്നെ വായിക്കണ്ട, എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. കൊടുക്കുകയെന്നേ ഉള്ളൂ. അമ്മേ വായിച്ചമ്മേ. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എനിക്ക് തരണ്ട. അല്ല മതി, അമ്മ കൊടുത്താ മതി. അമ്മേ പാസ് കൊടുത്താ മതി. അപ്പൊ എല്ലാ തിങ്കളും ചൊവ്വായും എന്നും വന്ന് കൊടുക്കാൻ ഞാൻ പറയുന്നില്ല. മാസത്തിൽ ഒരു 1-2 പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെറിയ ഓത്ര കാഴ്ച. പിന്നെ ഉണർവും പോയി. പുള്ളി പറഞ്ഞ അങ്ങനൊന്നും പറയരുതെന്ന് ഒക്കെ പറയണം. അങ്ങനെ പടലിട്ട് വെട്ടിച്ചു പോയാ പോലെ. സ്തോത്രം. കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുന്നത് ചെലവാക്കുന്ന നഷ്ടമല്ല, ലാഭമാണ്. വിതയ്ക്കുക, കൊയ്യുന്നൊരു സുദിനമുണ്ട്. കർത്താവ് വരാൻ താമസിച്ചാൽ ഇതെല്ലാം കൊയ്തെടുക്കുന്നൊരു ദിവസമുണ്ട്. പച്ചവെള്ളം കൊടുത്താൽ, പൈസ കൊടുത്താൽ, അത് 10 രൂപ കൊടുത്താൽ നഷ്ടമല്ല. നമ്മൾ വിതയ്ക്കുകയാണ്, ഇതെല്ലാം കൊയ്തെടുക്കുന്നൊരു. ഞാൻ എന്തിനാ ഇതൊക്കെ നിങ്ങളെ പഠിപ്പിക്കും? നിങ്ങൾ അനുഭവിക്കുന്നവരല്ലേ. പിതാക്കന്മാര് വരച്ചതല്ലയോ നിങ്ങളിപ്പോ കൊയ്തെടുക്കുന്നത്? ഈ ദാവീദിന്റെ കഷ്ടകാലത്ത് ഒരാൾ കൊണ്ട് ഭക്ഷണമെല്ലാം കൊണ്ട് കൊടുത്തു. 3 പേരാ കൊടുത്ത. ബുർസില്ലായി ഭക്ഷണ പദാർത്ഥ പാനീയങ്ങളെല്ലാം കൊണ്ട് കൊടുത്ത് ഭക്ഷിച്ച് ബലപ്പെട്ട് ദാവീദിന്റെ നല്ല കാലം വന്നപ്പോ കൊടുത്തവനെ മറന്നില്ല. അവിടെ വായിച്ച 2 ശമൂവേൽ 17-ാം അധ്യായത്തിന്റെ 27-28 വാക്യം. പെട്ടെന്ന് ശമൂവേലിന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 27-28 വലതുവശത്ത് ആ ചെറിയ കണ്ണിക. അമ്മോന്യരുടെ രബയിൽ നിന്ന് നാഹാസിന്റെ മകൻ ശോബി ലോ ദെബാരിൽ നിന്ന് അമിയാലിന്റെ മകൻ മാഖീർ രൊഗേലിൽ നിന്നും ദാവീദ് മഹനീമിൽ എത്തിയപ്പോൾ അമ്മോന്യരുടെ രപ്പകിൽ നിന്ന് നാഹാശിന്റെ മകൻ ശോബി ലോദേബാരിൽ അമ്മിയലിന്റെ മകൻ മാഖീർ രോഗേലിം എന്ന് ഗിലെയാദിനായ ബർസില്ലായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിന് കൂടെയോ ജനത്തിന് ഭക്ഷിപ്പാൻ ഗോതമ്പ്, യവം, മാവ്, മരര്, അവരക്ക, പയറ്, പരിപ്പ്, തേന്, വെണ്ണ, ആട, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശന്ന് ദാഹിച്ചു പിരിക്കുമല്ലോ എന്ന് അവർ പറഞ്ഞു. അതാ ബാക്കി. അപ്പൊ ശ്രദ്ധിച്ചേ, ദാവീദ് മഹനീമിലെത്തിയപ്പോൾ 3 പേര് കൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്തു. ശോബി, മാഖീർ, ബർസില്ലായി. കത്തനയുടെ നീച്ചൂളിൽ കൂടെ പോകുന്ന കാലമാണ്. കിടക്കാൻ കിടക്ക, കിണ്ണം, മൺപാത്രം ഇതെല്ലാം കൊണ്ട് കൊടുത്തു. കർത്താവിന്റെ വേലക്കാരെ സ്നേഹിക്കുകയും കർത്താവിന്റെ വേലയ്ക്ക് ചുമല കൊടുക്കുന്ന നഷ്ടമല്ല. സ്തോത്രം. ഇവിടെ വിസിറ്റിങ്ങിന് വരുന്ന ദൈവദാസന്മാരുണ്ട്. ദൈവദാസന്മാരെ പാർപ്പിക്കുന്ന ഭവനങ്ങളും വ്യക്തികളുമുണ്ട്. എല്ലാവരും നല്ലതാണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോ പറയാനൊക്കത്തില്ല. നമ്മൾ പരമാർത്ഥ മനസ്സോടാ ചെയ്യുന്നത് അറിയുന്നൊരു ദൈവമുണ്ട്. വരുന്നവൻ തട്ടിപ്പുകാരനോ ഒക്കെ ആണെങ്കിൽ ദൈവം ഇവിടെ അല്ലെങ്കിൽ എവിടെയൊക്കെ പിടികൂടിക്കോളും. പിടികൂടുന്നുണ്ടല്ലോ. കൊടുക്കുന്നവനെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ ശോഭി, മാഖീർ, ബർസില്ലായി 3 പേര് ഭക്ഷണ പദാർത്ഥം കൊണ്ട് കൊടുത്തു. കിടക്കാൻ കിടക്ക, കിണ്ണം, മൺപാത്രം എല്ലാം കൊണ്ട് കൊടുത്തു. കോതമ്പ്, യവവും, മുന്തിരി, അത്തി, മാതളവും അല്ല. അപ്പൊ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് പോലെ കൊടുക്കാൻ ഇപ്പം പഠിച്ചെന്നുള്ളതാ. കൊടുക്കേണ്ട സമയം. ഇപ്പൊ ചിലയിടത്തുണ്ട് ഈ എന്തുവാ ഈ മിഷൻ ട്രിപ്പ്. ചുമ്മാ കൊണ്ട് കാശ് കുടിച്ച് കളയുക. ചെയ്യേണ്ട വിധത്തിലല്ല ചെയ്യുന്നേ. നല്ല മിഷൻ ട്രിപ്പ്. ഒരു മിഷൻ ട്രിപ്പ് ഞാൻ കണ്ടു, ചാക്കി കയറി ഓടുന്നു. മിഷൻ ട്രിപ്പാ. മനസ്സിലാകുന്നില്ല. മനസ്സിലാകാൻ പിന്നെ അവിടെ പറമ്പിൽ പോയിരുന്നെല്ലാം കൂടെ തിന്നും കുടിച്ചും തിന്നിട്ടും തിന്നും കുടിച്ചൊന്നു മറിയാതെയവർ പാർത്തിടുന്നു പാരിൽ വിറ്റ് നട്ടും. കാലമില്ലേ കാലമില്ലേ യേശു വരാൻ കാലമായി. കാലമില്ലേ കാലമില്ലേ യേശു വരാൻ കാലമായി. കാലമായി. സ്തോത്രം.
ലോത്തിൻ കാലത്തെന്നതുപോൽ നോക്കിൻ കാലം പോലെയും യേശു വരാറായി. അപ്പൊ ഈ വിത്ത് നട്ടവൊക്കെ തിന്നും കുടിച്ചും പോവുക. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് പോലെ കൊടുക്കണം. ഇവര് കൊടുത്തു. ദാവീദ് ഇതെല്ലാം ഭക്ഷിച്ച് എബ്രഹീമിനത്തിൽ പടമുറുകി യുദ്ധം നടത്തി 20,000 പേരെ വാളിന് കൊന്നു. വനത്തിൽപ്പെട്ടതിലുമേറെ ആളിപ്പെട്ടതിലുമേറെ വനത്തിൽപ്പെട്ട് ജനം പെട്ടപ്പോൾ അബ്ശാലോം കോവർക്കടലേക്ക് കോപ്പിട്ട് തിങ്ങി നിൽക്കുന്ന കരുവേലകത്തിന്റെ ഇടയിൽ കൂടെ കോവർക്കടതെ തെളിച്ച് ഓടിച്ചു. എന്റെ മുടി കരുവേലകത്തെ കുലുങ്ങി കീഴെയുള്ള കോവർക്കടത ഓടിപ്പോയി. ഇവനിങ്ങനെ തൂങ്ങിക്കിടന്നു. യോവാബിന്റെ പക്ഷക്കാർ വന്ന് യോവാബിനോട് പറഞ്ഞു, അവൻ 3 പേരെ പിടിച്ച് ആ 3 കുന്തമെടുത്ത് 10 പേരുമായിട്ട് പൊടുന്നനെ കടന്ന് എബ്രഹീമിനത്തിൽ മുടി കരുവേലകത്ത് തൂങ്ങിക്കിടന്ന് ആടി. അബ്ശാലോമിന്റെ പള്ളക്ക് 3 കുന്തം കുത്തിക്കടത്തി 10 പേര് വട്ടം കൂടി പട്ടിയെ തന്നെ പോലെ തല്ലിക്കൊന്ന് എബ്രഹീമിനത്തിൽ കുടിയിൽ അബ്ശാലോമിനെ തട്ടി. അപ്പൊ ഇവനെ തട്ടിയപ്പോൾ ജനമെല്ലാം കൂടെ പറഞ്ഞൊരു പദമുണ്ട്, നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്ത അബ്ശാലോം പടകിപ്പെട്ടെന്ന്. അതാ പട്ടുപോകാൻ കാര്യം. നമുക്ക് രാജാവായിട്ട് നമ്മളെല്ലാം കൂടെ ദൈവം അറിഞ്ഞ കേസേ അല്ല. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തു. അതാ പറഞ്ഞത്. ദൈവം അഭിഷേകം ചെയ്യണം. ആ 19:10 വായിച്ചേ. നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് ഞാനിപ്പോ എഴുതിയതാന്ന് തോന്നുന്നു. 19:10 2 ശാമുവേൽ 19:10 തന്നെ വായിക്കാനല്ല പറഞ്ഞു. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തിരിക്കുന്ന അതാ പട്ടുപോയത്. ഇവൻ പട്ടുപോകാൻ കാര്യം അമ്മ അധ്യായം ഒന്ന് മൊത്തം വായിക്കാം. ബാക്കി മാത്രം. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്ത അബ്ശാലോം പടയിൽ പട്ടുപോകാൻ കാര്യം നമ്മളെല്ലാം കൂടെ കൊടുത്ത് തെരഞ്ഞെടുത്തതാ.